ഇന്ന് എനിക്ക് തന്നിരിക്കുന്ന വിഷയം, അല്ലെങ്കിൽ ഒരുപക്ഷെ വേണമെങ്കിൽ പറയാൻ ഞാൻ തിരഞ്ഞെടുത്ത ഒരു വിഷയം എന്ന് തന്നെ. അത് ആധ്യാത്മികതയും ആധുനിക ശാസ്ത്രവും എന്നുള്ളതാണ്. ഇവിടെ മുമ്പ് കാര്യങ്ങളൊക്കെ വിശദീകരിച്ച് അദ്ദേഹം പറഞ്ഞു ഇത് കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു വിഷയമാണെന്ന്. എനിക്കറിയാം ഇത് ബുദ്ധിമുട്ടുള്ള വിഷയമാണെന്ന്. എങ്കിലും ഞാൻ എന്നെ കൊണ്ടാവുന്ന തരത്തിൽ ഇതൊന്ന് അവതരിപ്പിക്കാമെന്ന് വിചാരിക്കുകയാണ്. പ്രത്യേകിച്ച് ഇങ്ങനെയൊരു സദസ്സാവുമ്പോൾ ഇനി വരുന്ന ചോദ്യങ്ങളെ പറ്റി എനിക്ക് അത്യാവശ്യം നല്ല ബോധ്യമുണ്ട്. എങ്കിലും ഞാനെപ്പോഴും ചിദാനന്ദപുരി സ്വാമിജികൾ പറയുന്നത് ചിന്തിക്കും. എനിക്കറിയാവുന്നതാണെങ്കിൽ മറുപടി പറയാം, അറിയില്ല എങ്കിൽ അറിയില്ല എന്ന് പറഞ്ഞാൽ മതിയല്ലോ, അതാണല്ലോ എളുപ്പം. അപ്പം അതുകൊണ്ട് ആ ഒരു തലത്തിൽ കുറച്ച് കാര്യങ്ങളൊന്ന് അവതരിപ്പിക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഇവിടെ രണ്ട് പദങ്ങളാണ് ഉള്ളത്, ആധ്യാത്മികതയും ആധുനിക ശാസ്ത്രവും. ഇതിനെ നമ്മൾ ഇംഗ്ലീഷിലേക്ക് ആക്കിയാൽ ആധ്യാത്മികത എന്നുള്ളതിന് സ്പിരിച്വാലിറ്റി എന്ന് പറയും. ആധുനിക ശാസ്ത്രം എന്ന് പറയുമ്പോൾ നമ്മുടെ സംസ്കൃതത്തിലൊക്കെ ശാസ്ത്രം എന്നുള്ള വാക്കിൻ്റെ അർത്ഥവും നമ്മൾ പറയുന്ന സയൻസ് എന്നുള്ളതിൻ്റെ അർത്ഥവും തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ പറയുമ്പോൾ ചിലപ്പോൾ മാറിപ്പോകാൻ, കേൾക്കുന്നവർക്ക് മാറിപ്പോകാൻ സാധ്യതയുള്ളത് കൊണ്ട് ഞാൻ ഈ ആധുനിക ശാസ്ത്രത്തിനെ ശാസ്ത്രമെന്ന് പറയുന്നില്ല, സയൻസ് എന്ന് മാത്രമേ പറയുന്നു. അപ്പോഴാണ് നമുക്കതിനെ തമ്മിൽ കൂടുതൽ തരംതിരിക്കാൻ സാധിക്കുക. ഇനി ആദ്യം തന്നെ നമുക്ക് ഈ സ്പിരിച്വാലിറ്റി അതിനെപ്പറ്റി ഒന്ന് ചിന്തിക്കുകയാണെങ്കിൽ അതിൻ്റെ ആദ്യത്തെ വാക്കോ അവസാനത്തെ വാക്കോ അടിത്തറയോ എന്ത് വേണമെങ്കിലും നമുക്ക് ചിന്തിക്കാം, അത് വേദമാണ്. ഈ വേദമാണ് നമ്മളുടെ എല്ലാവരുടെയും ആധാരം. ഒരു പക്ഷേ ഹിന്ദുക്കളുടെ സനാതന ധർമ്മത്തിൻ്റെ അടിസ്ഥാനം വേദമാണെന്ന് പറയും. മറ്റേ വശത്ത് നിൽക്കുന്നത് സയൻസാണ്. അപ്പോൾ പല ആളുകളും ഇന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്, വേദം സയൻറ്റിഫിക് ആണ് എന്ന്. അപ്പം ഇതെത്രമാത്രം ശരിയാണ്, അതാണ് ഞാൻ ആദ്യമായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നത്. വേദം സയൻറ്റിഫിക് ആണ്. ഇങ്ങനെ പലരും പറയാൻ എന്താണ് കാരണം എന്ന് ചോദിച്ചാൽ, നമ്മൾ സ്കൂളിലൊക്കെ ധാരാളം സയൻസ് പഠിക്കുന്നുണ്ട്, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഒക്കെ പഠിക്കുന്നുണ്ട്. അതിലുള്ള പല കോൺസെപ്റ്റ്സും നമുക്ക് വേദത്തിൽ കാണാൻ സാധിക്കും. അതുകൊണ്ട് ആളുകൾ പറയുന്നു വേദം സയൻറ്റിഫിക് ആണ്. പക്ഷെ നമ്മളുടെ ഗുരുക്കന്മാരോട് ചോദിച്ചാൽ ഗുരു പരമ്പര പറയുന്നു വേദം സയൻറ്റിഫിക് അല്ല. മാത്രമല്ല വേദത്തിനെ നമ്മളിങ്ങനെ കഷ്ടപ്പെട്ട് സയൻറ്റിഫിക് ആക്കി മാറ്റേണ്ട അത്യാവശ്യവും ഇല്ല. ചിലരെങ്ങനെയാണെന്ന് വെച്ചാൽ കഷ്ടപ്പെട്ടുകൊണ്ട് നമ്മളോടൊപ്പം വ്യക്തിക്കും വേദം സയൻറ്റിഫിക് ആണെന്ന് പ്രൂവ് ചെയ്യാം. അതിൻ്റെ ആവശ്യവും ഇല്ല എന്ന് പറയാം. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ വേദം ചർച്ച ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയവും സയൻസ് ചർച്ച ചെയ്യപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയവും രണ്ടും രണ്ടാണ്. അപ്പോൾ പിന്നെ വേദം സയൻറ്റിഫിക് ആണെന്ന് എങ്ങനെ പറയാൻ പറ്റും? വേദം സയൻറ്റിഫിക് ആണെന്ന് പറയണമെങ്കിൽ വേദത്തിൽ ഏറ്റവും കൂടുതലുള്ള അല്ലെങ്കിൽ വേദത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്തായിരിക്കണം? സയൻസ് ആയിരിക്കണം. ഇവിടെ ആചാര്യന്മാർ പറയുന്നു വേദം ചർച്ച ചെയ്യുന്ന പ്രധാനപ്പെട്ട വിഷയവും സയൻസ് ചർച്ച ചെയ്യപ്പെടുന്ന പ്രധാനപ്പെട്ട വിഷയവും രണ്ടും രണ്ടാണ്. അപ്പോൾ ഇത് നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്ന രണ്ട് വിഷയങ്ങൾ എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. ഇതിൽ ആദ്യം നോക്കിയാൽ സയൻസ് എടുക്കാം, നമുക്കതാണ് കൂടുതൽ പരിചയം. അതുകൊണ്ട് നമ്മൾ സയൻസ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഇതൊക്കെ സ്കൂളിൽ പഠിക്കും. ഇതിൻ്റെ വിഷയം എന്താണ്? സയൻസിൻ്റെ വിഷയം ഈ ഭൂമിയിൽ അല്ലെങ്കിൽ ഇവിടെ നിർമ്മിക്കപ്പെട്ട വസ്തുക്കളുടെ നിർമ്മാണം, നിർമ്മിക്കപ്പെട്ടതിൻ്റെ അല്ലെങ്കിൽ നിർമ്മാണം, സൃഷ്ടി, അതിൻ്റെ നിലനിൽപ്പ്, അതിൻ്റെ ഡെവലപ്മെൻറ്റ്, അത് പല രൂപത്തിലായിട്ടൊക്കെ മാറും. അല്ലെങ്കിൽ നമ്മൾ എക്സിസ്റ്റൻസ് എന്ന് പറയും. എക്സിസ്റ്റൻസ്, അതിൻ്റെ ഡെവലപ്മെൻറ്റ്, പിന്നെ അതിൻ്റെ നാശം. ഭൗതികമായിട്ടുള്ള വസ്തുക്കളുടെ സൃഷ്ടി, പരിപാലനം, നാശം, ഇതിനെയാണ് നമ്മളുടെ സയൻസ് ചർച്ച ചെയ്യുന്നത്, അല്ലേ? അതായത് ഈ ഭൗതിക വസ്തുക്കൾ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്? ഏറ്റവും പുറകിലേക്ക് പോയാൽ പഞ്ചഭൂതങ്ങൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ചുരുക്കം പറഞ്ഞാൽ സയൻസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്ന് പറഞ്ഞാൽ എന്താണ്? പഞ്ചഭൂതങ്ങളും അതുകൊണ്ട് നിർമ്മിക്കപ്പെട്ട വസ്തുക്കളെ പറ്റിയുമാണ്. അതിൻ്റെ നിർമ്മാണം, പരിപാലനം, നാശം. ചുരുക്കം പറഞ്ഞാൽ സയൻസിൻ്റെ ബൗണ്ടറി എന്ന് പറയുന്നത് എന്താണ്? പഞ്ചഭൂതങ്ങളാണ്. പക്ഷെ ഇതിനുള്ളിൽ നിന്നുകൊണ്ട് സയൻസ് എന്തെല്ലാം അറിവുകൾ നമുക്ക് തന്നാൽ അത് ശരിയാണ് താനും, അല്ല എന്ന് നമ്മൾ പറയുന്നില്ല. അപ്പോൾ സയൻസിൻ്റെ പരിധി എവിടെയാണെന്ന് പിടിയിരിക്കും.
ഇനി വേദത്തിന്റെ പരിധി എവിടെയാണ്? എവിടെയാണോ ഈ പഞ്ചഭൂതങ്ങൾ തുടങ്ങുന്നത്, അല്ലെങ്കിൽ അതിനു മുമ്പ് പഞ്ചഭൂതങ്ങളും തുടങ്ങുന്നതിന് സൃഷ്ടിക്കപ്പെടുന്നതിന് മുമ്പുള്ളതാണ് വേദം പ്രധാനമായും ചർച്ച ചെയ്യുന്നത്. അതായത് വേദം ചർച്ച ചെയ്യുന്നത് സൃഷ്ടി ആരംഭിക്കുന്നതിന് മുമ്പുള്ളതിനെ പറ്റി, സയൻസ് ആരംഭിക്കുന്നതിന് മുമ്പുള്ളതിനെ പറ്റി വേദം ചർച്ച ചെയ്യും. വേദത്തിന്റെ പ്രധാന വിഷയം എന്താണ്? ബ്രഹ്മം അല്ലെ? ബ്രഹ്മം എന്നുള്ളതാണ് വേദത്തിന്റെ പ്രധാന വിഷയം. ഇനി ബ്രഹ്മത്തിനെ ഞാനിങ്ങനെയാ പറയുക, എനിക്ക് ബ്രഹ്മം എന്താണെന്ന് അനുഭവമില്ല, എനിക്ക് ബ്രഹ്മാനുഭവം ഇല്ല. പക്ഷേ നമ്മളുടെ ആചാര്യന്മാർ പറയുന്നുണ്ട് ഇങ്ങനെയുള്ള വിഷയങ്ങളെല്ലാം അനുഭവ തലത്തിൽ വന്നിട്ട് മാത്രം സംസാരിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. അപ്പൊ എന്താണ്, നമ്മളുടേതായ തലത്തിൽ നിന്ന് നമുക്ക് ബ്രഹ്മത്തിനെ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഇപ്പൊ തേർഡ് ഡയമെൻഷൻ നിൽക്കുന്ന ഒരാൾക്ക് എന്ത് ഡയമെൻഷൻ എങ്ങനെയാണ് മനസ്സിലാകുക? പക്ഷെ കുറച്ചൊക്കെ നമുക്കൊരു ഊഹം കിട്ടാനായിട്ട് ശ്രമിക്കാം. അങ്ങനെയൊക്കെ ഉണ്ടെന്ന് മനസ്സിലാക്കിയാലേ നമുക്ക് അങ്ങോട്ട് ഉയരാനുള്ള ഒരു താല്പര്യം ഉണ്ടാവുകയുള്ളൂ. അപ്പൊ ബ്രഹ്മം എന്ന് പറഞ്ഞാൽ ഒരു കാര്യം ചിന്തിക്കുക, ഒരു സൃഷ്ടിയും ഇല്ലാത്തൊരു കാലം, ഒന്നുമില്ല. അപ്പൊ എന്താ ഉള്ളത്? നമ്മുടെ പഠനം വെച്ച് നോക്കുകയാണെങ്കിൽ, നമ്മുടെ സയൻസ് വെച്ച് നോക്കുകയാണെങ്കിൽ എനർജി ഈസ് നൈദർ ക്രിയേറ്റഡ് നോർ ഡിസ്ട്രോയ്ഡ്. നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഊർജം എന്ന് പറയുന്നത് സൃഷ്ടിക്കപ്പെട്ടിട്ടില്ല, നശിപ്പിക്കപ്പെട്ടിട്ടില്ല. അതായത് എന്തോ ഒരു ഊർജം, ശക്തി, നമ്മളതിനെ ചൈതന്യമോ, ഇതിനെയാണ് ബ്രഹ്മം എന്ന് പറയുന്നത്. അതായത് ഒരു സൃഷ്ടിയുമില്ല, അപ്പോഴും എന്തുണ്ട്? ഈ ശക്തിയുണ്ട്, ചൈതന്യമുണ്ട്. അതിനെയാണ് ബ്രഹ്മം എന്ന് പറയുന്നത്. അപ്പോൾ ഈ പഞ്ചഭൂതങ്ങൾ ഉത്ഭവിക്കുന്നതിന് മുമ്പുള്ള വിഷയമാണ് വേദം പ്രധാനമായും ചർച്ച ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഭഗവാൻ സത്യസായി ബാബ പറഞ്ഞിരിക്കുന്നത് where science ends, spirituality begins. എവിടെയാണോ സയൻസ് തീരുന്നത് അവിടെ സ്പിരിച്വാലിറ്റി, ആധ്യാത്മികത തുടങ്ങുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സയൻസ് ചർച്ച ചെയ്യപ്പെടുന്ന വിഷയങ്ങളൊന്നും ഇന്ത്യൻ്റെ വിഷയമല്ല, പ്രധാനപ്പെട്ട വിഷയമല്ല. വേദത്തിലുണ്ട്, വേദത്തിൻ്റെ പ്രധാനപ്പെട്ട വിഷയം അല്ല. മാത്രമല്ല സയൻസ് എത്ര പരിശ്രമിച്ചാലും ഇതൊന്നും നമുക്ക് കിട്ടുകയുമില്ല. ഇനി അതിനൊരു പേര് കൊടുക്കണ്ടേ? നമ്മൾ പഞ്ചഭൂതങ്ങളാൽ നിർമ്മിക്കപ്പെട്ട വസ്തുക്കളെ പറ്റിയുള്ള പഠനത്തിന് നമ്മൾ സയൻസിനും കൊടുത്തു. അപ്പോൾ അതിനപ്പുറമുള്ള പഠനത്തിന്, അല്ലെങ്കിൽ ആ അനുഭവത്തിന്, ആ ശക്തിക്ക് നമ്മൾ എന്ത് പേര് കൊടുക്കും? അതിനാണ് നമ്മുടെ ആചാര്യന്മാർ ദൈവികത എന്ന് പറഞ്ഞിരിക്കുന്നത്. അതായത് ഡിവിനിറ്റി എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഈ ദൈവികതയെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുമോ? ദൈവികതയെ മനസ്സിലാക്കണമെങ്കിൽ നമ്മുടെ ആചാര്യന്മാർ ഇതേത് രീതിയിൽ മനസ്സിലാക്കാൻ പറ്റും, അല്ലെങ്കിൽ വേദത്തിലെ ചർച്ചകളിലൂടെ നമുക്കിത് എങ്ങനെയാണ് മനസ്സിലാക്കി തരുന്നതെന്ന് നോക്കാം. ആചാര്യന്മാർ പറയുന്നു വേദം ചർച്ച ചെയ്യുന്നത് അലൗകിക വിഷയങ്ങളെ പറ്റിയാണ്. ഈ അലൗകിക വിഷയങ്ങൾ എന്ന് പറയുമ്പോഴേ നമ്മുടെ മനസ്സിലേക്ക് നമുക്കറിയാവുന്ന ഒരു പദമുണ്ട്, ലൗകിക വിഷയങ്ങൾ അല്ലെങ്കിൽ ലൗകിക ഉപായങ്ങൾ എന്ന് വിചാരിക്കാം. ഈ ലൗകിക ഉപായങ്ങൾ, അലൗകിക ഉപായം മനസ്സിലാക്കണമെങ്കിൽ ആദ്യം ലൗകിക ഉപായം എന്താണെന്ന് മനസ്സിലാക്കണം. ലൗകിക ഉപായം മനസ്സിലാക്കണമെങ്കിൽ ലോകം എന്താണെന്ന് പിടികിട്ടണം. ലോകം എന്നാൽ ലുക്യതേ അനേന ഇതി ലോക. ലുക്യതേ, ടു ലുക്ക് അറ്റ്. ഇംഗ്ലീഷിലുള്ള ലുക്കൊക്കെ വന്നിരിക്കുന്നത് ഈ ലുക്യത എന്നുള്ള സംസ്കൃത പദത്തിൽ നിന്നാണ്. അപ്പൊ ലുക്യതേ അനേന ഇതി ലോക എന്ന് പറഞ്ഞാൽ വിച്ച് വി ക്യാൻ സീ, നമുക്ക് എന്താണോ കാണാൻ സാധിക്കുന്നത്. നമുക്ക് അതിനും ഒരു പരിധിയുണ്ട് അല്ലേ? മനസ്സിലാക്കാനും ഒക്കെ സാധിക്കുന്നതിന് ഒരു പരിധിയുണ്ട്. അപ്പോൾ സയൻസ് ചർച്ച ചെയ്യുന്നത് ലൗകിക ഉപായങ്ങളെ പറ്റിയാണ്. വേദം ചർച്ച ചെയ്യുന്നത് അലൗകിക ഉപായങ്ങളെ പറ്റിയാണെന്ന് പറയും. ഈ അലൗകിക ഉപായങ്ങൾക്ക് പറയുന്ന പേരാണ് ദൈവികത അല്ലെങ്കിൽ ഡിവിനിറ്റി എന്ന് പറയുന്നത്. ഈ ഡിവിനിറ്റിക്കുള്ള പ്രത്യേകത എന്താണ്? ഈ ഡിവിനിറ്റിയെ നമ്മുടെ പെർസെപ്ഷനിൽ, നമ്മുടെ കാഴ്ചപ്പാടിൽ, നമ്മുടെ തലത്തിൽ, നമ്മുടെ സെൻസ് ഓർഗൻസ് ഒന്നും വെച്ച് മനസ്സിലാക്കാൻ സാധിക്കില്ല. അതിന് കുമാരില ഭട്ടർ ശോകവാർത്തികത്തിൽ ഈ വേദത്തിന്റെ ലക്ഷണം പറയുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും വേദം കുറച്ചൊക്കെ എന്താണ്. പ്രത്യക്ഷേനാനും നിത്യവ വസ്തുപായോന വിദ്യതേ ഏതം വിന്ദന്തി വേദേന തസ്മാത് വേദസ്യ വേദത. പ്രത്യക്ഷേനാനും നിത്യവ, പ്രത്യക്ഷം കൊണ്ട് വേദത്തിലെ വിഷയം മനസ്സിലാക്കാൻ സാധിക്കില്ല. അല്ലെങ്കിൽ ഈ പ്രത്യക്ഷം പോലെയുള്ള വിഷയങ്ങളൊക്കെ സാധാരണ വിഷയമാണോ വേദം ചർച്ച ചെയ്യേണ്ടത്? പ്രത്യക്ഷം എന്ന് പറഞ്ഞാൽ എന്താണ്? പനി വന്നാൽ മരുന്ന് കഴിക്കണം, ഈ ഇത് കൈയിട്ടാൽ കൊള്ളും, ഇതൊക്കെ പ്രത്യക്ഷമായിട്ടുള്ള അനുഭവം. ഇതൊന്നും വേദത്തിന്റെ വിഷയമല്ല. ഈ അനുമാനം നമ്മൾ നമ്മുടെ അധ്യാത്മിക
തീയുണ്ട് അല്ലേ? അപ്പൊ അതൊരു അനുമാനമാണ്. ഇതും വേദത്തിന്റെ വിഷയമല്ല എന്ന് പറഞ്ഞിരിക്കുകയാണ്. ചുരുക്കം പറഞ്ഞാൽ മനുഷ്യന്റെ ഉറക്കം, നിദ്ര, ഇതൊക്കെ മൈഥുനം, ഈ സാധനങ്ങളൊന്നും, ആഹാരം, ഇതൊന്നും ബയോളജിക്കൽ ആയിട്ടുള്ള പ്രോസസ് ഒന്നും വേദത്തിന്റെ ചർച്ചയല്ല എന്ന് പറഞ്ഞിരിക്കുകയാണ്. എവിടെയാണോ ഈ ലൗകിക വിഷയങ്ങളും ഈ പ്രത്യക്ഷവും അനുമാനവും എല്ലാം അവസാനിക്കുന്നത്, എല്ലാ നമ്മളുടെ ശ്രമങ്ങളും നിൽക്കുന്നത്, അവിടെയാണ് എന്ത് സ്റ്റാർട്ട് ചെയ്യുന്നത്? ഈ അലൗകിക ഉപായങ്ങൾ തുടങ്ങുന്നത്. പക്ഷെ ഇങ്ങനെയൊന്നും പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല. ഉദാഹരണങ്ങളിലൂടെ മാത്രമേ ഇത് പിടിക്കൂ. കാരണം നമ്മളുടെ അധ്യാപകരൊക്കെ പറയും, എക്സാമ്പിൾ ഇസ് നോട്ട് എ വേ ഓഫ് എഡ്യൂക്കേഷൻ, ബട്ട് എക്സാമ്പിൾ ഇസ് ദ ഓൺലി വേ ഓഫ് എഡ്യൂക്കേഷൻ. ഉദാഹരണം എന്ന് പറയുന്നത് വിദ്യാഭ്യാസമുള്ള മാർഗമല്ല, ഒരേ ഒരു മാർഗമാണ്. എന്ത് വലിയ ആശയമാണെങ്കിലും ഒരു ഉദാഹരണം പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ഒരാൾക്ക് കുട്ടി ഉണ്ടാവുന്നില്ല, എല്ലാ ലൗകിക ഉപായങ്ങളും ശ്രമിച്ചു, എല്ലാ തരത്തിലുള്ള ചികിത്സകളും ചെയ്തു, കുട്ടി ഉണ്ടാവുന്നില്ല. അപ്പോഴാണ് ഏതോ ഒരു ആചാര്യൻ പറയുന്നു, ഇന്ന ഒരു മന്ത്രം ഇത്ര നാൾ ജപിക്കുക, അല്ലെങ്കിൽ ഇന്ന അമ്പലത്തിൽ, നമ്മുടെ ദേശം ആലുവയിൽ അല്ലേ. ഇതിന് ഏറ്റവും നല്ല ഉദാഹരണം ഞാൻ തന്നെയാണ്. എനിക്ക് 4 വർഷമായിട്ട് കുട്ടികളില്ല, ട്രീറ്റ്മെൻ്റൊക്കെ ചെയ്തു, കുട്ടികളില്ല. അവസാനം എൻ്റെ അമ്മയുടെ അനിയത്തി എന്നോട് പറഞ്ഞു, നീ ആ ദേശത്ത് ആലുവയിലെ ദേശത്തുള്ള ഒരു ഹനുമാൻ സ്വാമിയുടെ ക്ഷേത്രം ഉണ്ടല്ലോ, അവിടെ പോയി തേങ്ങ കെട്ടി 41 ദിവസം പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ പോയി തേങ്ങ കെട്ടി ഞങ്ങൾ രണ്ടുപേരും 41 ദിവസം വളരെ ചിട്ടയോടുകൂടി ഈ മന്ത്രം ചൊല്ലി അവർ പറഞ്ഞതുപോലെ ചെയ്തു. 4 വർഷമായിട്ട് ഗർഭിണിയാകാതെ ഞാൻ ഈ 41 ദിവസങ്ങളിൽ ഗർഭിണിയായി. ആ കുട്ടിയാണ് ഇപ്പം എനിക്ക് സർപ്രൈസ് തന്നിവിടെ വന്നത്. എനിക്കറിയില്ലായിരുന്നു വരുന്നത് പാലക്കാട് നിന്ന്. ഞാൻ പെട്ടെന്ന് അന്തിരിച്ചു പോയി. അപ്പം എനിക്ക് ഈ അലൗകിക ഉപായം എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ട് അനുഭവിച്ച ആളാണ്. അപ്പോൾ മൂത്ത കുട്ടിയുടെ പറഞ്ഞോട്ടോ, നേരത്തെ കുട്ടികളായ കുട്ടിയായിരുന്നു. അപ്പോൾ ഈ അലൗകിക ഉപായം, അപ്പോൾ ഇദ്ദേഹം മന്ത്രം ചൊല്ലി, കുട്ടി ഉണ്ടായി. സയൻസിന് പ്രൂവ് ചെയ്യാൻ പറ്റുമോ മന്ത്രം ജപിച്ചിട്ടാണ് കുട്ടി ഉണ്ടായെന്ന്? സയൻസിന് എങ്ങനെ പ്രൂവ് ചെയ്യാൻ പറ്റും? സയൻസ് എന്തെല്ലാം പ്രൂവ് ചെയ്യാൻ ശ്രമിച്ചാലും അത് പഞ്ചഭൂതങ്ങൾക്കുള്ളിൽ നിന്നുകൊണ്ടുള്ള പ്രൂഫാണ്. കാരണം എന്താണ്? സയൻസിന്റെ പരിധി അത്രയേ ഉള്ളൂ. എന്തെല്ലാം പ്രൂഫ് ചെയ്താലും, ചുരുക്കം പറഞ്ഞാൽ മന്ത്രത്തിന്റെ എഫക്റ്റ് എത്ര മാത്രം ഉണ്ടെന്ന് മെഷർ ചെയ്യാനുള്ള, തീവ്രത അളക്കാനുള്ള യന്ത്രം സയൻസിനില്ല. മാത്രമല്ല, മന്ത്രത്തിന് എത്രമാത്രം ഫലമുണ്ട് എന്നുള്ളത് അളക്കാനുള്ള യന്ത്രവും സയൻസിനില്ല. കാരണം സയൻസ് എന്തെല്ലാം തെളിവുകൾ കൊണ്ടുവന്നാലും പഞ്ചഭൂതങ്ങൾക്കുള്ളിലാണ്. പഞ്ചഭൂതങ്ങൾക്ക് അതീതമായിട്ടുള്ള ദൈവിക ശക്തിയെ പഞ്ചഭൂതങ്ങൾക്കുള്ളിൽ നിന്നുകൊണ്ട് എങ്ങനെ നമുക്ക് കാണാൻ പറ്റും, സ്ഥാപിക്കാൻ പറ്റും? അതുകൊണ്ടാണ് നമ്മുടെ പരിശ്രമങ്ങൾ, നമ്മുടെ സെൻസ് ഓർഗൻസ് കൊണ്ടുള്ള നമ്മുടെ എല്ലാ അറിവുകളും അവസാനിക്കുന്നിടത്ത് ഈ ദൈവികത തുടങ്ങുന്നു എന്ന് പറയുന്നു. മറ്റൊരു ഉദാഹരണം പറഞ്ഞാൽ ശൃംഗേരിയിലെ ശങ്കരാചാര്യരായിരുന്ന ചന്ദ്രശേഖര ഭാരതി സ്വാമികൾ വളരെ വലിയൊരു മഹാത്മാവായിരുന്നു. അപ്പം അദ്ദേഹം ഒരിക്കൽ ഈ ദേവക്കോട്ട എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക് പൊക്കോണ്ടിരിക്കുകയാണ്. അപ്പൊ തിരുച്ചിറപ്പള്ളി ആ വഴി കൂടിയാണ് പോകുന്നത്. അപ്പൊ എന്ത് ചെയ്തു, ഒരു ഭാഗം എത്തിയപ്പോൾ അവിടുത്തെ ജനങ്ങളെല്ലാം കൂടി ചേർന്ന് ഇദ്ദേഹത്തിന് അവിടുത്തെ ജനങ്ങൾക്കെല്ലാം ചേർന്ന് ഒരു സമൂഹ സദ്യ തയ്യാറാക്കാനായിട്ട് തീരുമാനിച്ചു. പക്ഷെ ഈ സ്ഥലത്ത് വെള്ളത്തിന് വളരെ ക്ഷാമമുണ്ട്. അപ്പോൾ ഇത് സർവാധികാരിയാണ്. അപ്പൊ വെള്ളത്തിന് ക്ഷാമമുള്ളിടത്ത് ഈ സദ്യയെല്ലാം ഉണ്ടാക്കാൻ പോയാൽ ജലത്തിന് വളരെ ബുദ്ധിമുട്ടാണ്. സർവാധികാരി പറഞ്ഞാൽ മാനേജർ, സ്വാമിജിയുടെ മാനേജറാണ്. അപ്പൊ മാനേജർ എന്ത് ചെയ്തു, സദ്യയൊക്കെ ക്യാൻസൽ ചെയ്തിട്ട് വേഗം അടുത്ത അക്കോമഡേഷൻ എവിടെയാണോ നമുക്ക് അങ്ങോട്ട് പോയേക്കാമെന്ന് തീരുമാനിച്ചു. ഇതെങ്ങനെയാണ് സ്വാമികൾ ഉടനെ തന്റെ കൂടെ ഉണ്ടായിരുന്ന കൃഷ്ണശാസ്ത്രികളെ വിളിച്ചു. എന്നിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു, മഹാഭാരതം വിരാടപർവം എടുത്തുകൊണ്ട് വരാനായിട്ട് പറഞ്ഞു. മഹാഭാരതം വിരാടപർവം കൊണ്ടുവന്നപ്പോൾ സ്വാമികൾ വളരെ ശാന്തമായിട്ടുള്ള സ്വരത്തിൽ, വളരെ ഒച്ചയൊന്നും വയ്ക്കാതെ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ മഹാഭാരതം വിരാടപർവം ചൊല്ലാൻ തുടങ്ങി. ഒരു കുറുക്കുന്ന പോലെയാണ് ചൊല്ലുന്നത്. ഒരു 2 മണിക്കാണ് ചൊല്ലാൻ തുടങ്ങി. ഒരു 2:30 ആയപ്പോഴേക്കും ആകാശമെല്ലാം ഇരുന്നു. 3 മണിയായപ്പോഴേക്കും തീർത്ത് മഴ പെയ്യാൻ തുടങ്ങി എന്ന് പറയാം. പിന്നെ ഒരു 2 മണിക്കൂർ നിർത്താതെയുള്ള മഴ. 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ സർവാധികാരി വന്ന് പറഞ്ഞു,
എടുക്കാമെന്ന് പറഞ്ഞു. ഉടനെ സ്വാമികൾ ചേർന്ന് നിർത്തി, എല്ലാവരും ആരതി എടുത്തു, നാട്ടുകാരെല്ലാം വന്ന് നമസ്കരിച്ചു. പിന്നീട് ഒരിക്കൽ ഒരാൾ വന്ന് ചോദിച്ചു സ്വാമികളോട്, അന്ന് എന്താണ് സംഭവിച്ചത്? അപ്പൊ സ്വാമികൾ പറഞ്ഞു, മഹാഭാരതം വിരാട പർവത്തിൽ വ്യാസഭഗവാൻ വരുണ മന്ത്രത്തിന്റെ ബീജാക്ഷരങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ വിരാട പർവത്തിന്റെ പാരായണവും വരുണ മന്ത്രത്തിന്റെ ബീജാക്ഷരവും കൂടെ കൊണ്ടുവന്നപ്പോൾ അല്ലെങ്കിൽ ചൊല്ലിയപ്പോൾ മഴ പെയ്തു. സയൻസിന് എങ്ങനെ പ്രൂവ് ചെയ്യാൻ പറ്റും മന്ത്രം ചൊല്ലിയതുകൊണ്ടാണ് മഴ പെയ്യുന്നത് എന്ന്? കാരണം ഇത് ദൈവീക ശക്തിയാണ്. അതുകൊണ്ടാണ് മഹാത്മാക്കളുടെ ഭഗവാൻ സത്യസായി ബാബ വാച്ച് ഉണ്ടാക്കുമ്പോൾ ആൾക്കാർ പറയും ഇതൊക്കെ മാജിക് ആണെന്നാണ് തോന്നുന്നത്. കാരണം എന്താണ്? ബിയോണ്ട് ദിസ്, നമ്മളുടെ അപ്പുറമാണ്. പഞ്ചഭൂതങ്ങൾക്ക് അതീതമായിട്ടുള്ള ഇവരുടെ ദൈവീകതയെ പഞ്ചഭൂതങ്ങൾക്കുള്ളിൽ നിന്നുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല. അപ്പൊ ഇവിടെ എങ്ങനെയാണ് മന്ത്രം ചൊല്ലി മഴ പെയ്യുമെന്ന് സയൻസിന് പ്രൂവ് ചെയ്യാൻ പറ്റുക? ഒരിക്കലും സയൻസിന് പ്രൂവ് ചെയ്യാൻ സാധിക്കില്ല. പക്ഷേ ഈ വേദത്തിൽ ചില ഭാഗത്തൊക്കെ ചില സയൻസ് ഒക്കെ ഉണ്ട്, ഇല്ല എന്നൊന്നും പറയുന്നില്ല. അപ്പൊ അതെങ്ങനെയാണ് ഈ സയൻസ് ഉള്ളത്? നമ്മളാണെങ്കിൽ വേദമൊക്കെ നോക്കിയാൽ ധാരാളം അറിവുകൾ അതിനകത്ത് കാണും. പക്ഷെ അതൊന്നും പ്രധാനപ്പെട്ട വിഷയമൊന്നുമല്ല വേദത്തിന്റെ. വേദത്തിൽ തീർച്ചയായിട്ടും 80% കർമ്മകാണ്ഡ, അല്ലെ 80,000 ശ്ലോകത്തോളം കർമ്മകാണ്ഡ പ്രധാനമായിട്ടുള്ള ശ്ലോകങ്ങൾ, ഒരു 20,000 ശ്ലോകങ്ങൾ ഉപാസന കാണ്ഡ പ്രധാനമായിട്ടുള്ളതാണ്. പക്ഷേ ഈ 80,000 കാര്യങ്ങളിലൂടെ കടന്നുപോയാൽ പിന്നെ അതിനൊന്നും വേണ്ട, നമ്മുടെ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യത്തിൽ എത്തിച്ചേരും. അതുകൊണ്ടാണ് ഈ 80,000 ലൗകികമായിട്ടുള്ള നമുക്ക് വേണ്ടിയിട്ട് ഉള്ള കർമ്മകാണ്ഡ പ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ അതിൽ വെച്ചിരിക്കുന്നത്. എന്നാൽ വേദത്തിൽ ചില സയൻസ് ഉണ്ട്. ഈ നമ്മുടെ ഷോഡശ സംസ്കാരത്തിന്റെ ഭാഗം വരുമ്പോൾ ഒരു സ്ത്രീയുടെ ഗർഭത്തിന്റെ ആദ്യ കാലഘട്ടത്തിനെ പറ്റി പറയും. അതിൽ ഈ സ്ത്രീയുടെ ഗർഭം എങ്ങനെയാണെന്ന് നമുക്ക് പരിചയമില്ലാന്ന് വിചാരിക്കുക, നമുക്കറിയില്ല. അപ്പൊ പരിചയമില്ലാത്ത ഒരെണ്ണത്തിനെ നമുക്ക് പരിചയപ്പെടുത്തി തരണം. അപ്പൊ അതിനായിട്ട് പറഞ്ഞിരിക്കുകയാണ്, ഭൂമിക്കുള്ളിൽ എങ്ങനെയാണോ അഗ്നിയുള്ളത് അതുപോലെ ഒരു സ്ത്രീ തന്റെ വയറ്റിനുള്ളിൽ ഒരു കുഞ്ഞിനെ വഹിക്കുന്നു. ചൂടുണ്ടല്ലോ, തീർച്ചയായിട്ടും വഹിക്കുന്നു എന്ന് പറഞ്ഞിരിക്കും. ഇവിടെ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? ഭൂമിക്കുള്ളിൽ അഗ്നിയുള്ളത് പോലെ എന്നത് ഉദാഹരണമായിട്ടാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. നമ്മൾ എങ്ങനെയുള്ള കാര്യമാണ് ഉദാഹരണമായിട്ട് എടുക്കുക? പൊതുവെ എല്ലാവർക്കും അറിയാവുന്ന ഒരു വിഷയമാണ് ഉദാഹരണമായിട്ട് എടുക്കുക, എന്നാലേ മനസ്സിലാവും. ഇവിടെ നമ്മുടെ വിചാരം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വിഷയം ഗർഭമാണെന്നാണ്, അല്ലേ? പക്ഷെ എല്ലാവർക്കും അറിയാവുന്നതെന്ന് നമ്മൾ ചിന്തിക്കുന്ന ഗർഭത്തെ മനസ്സിലാക്കി തരാൻ ഉദാഹരണമായിട്ട് എടുത്തിരിക്കുന്നത് ഭൂമിക്കുള്ളിൽ അഗ്നിയുള്ളത് പോലെ. അതിൻ്റെ അർത്ഥം അന്നുള്ള എല്ലാവർക്കും ഭൂമിക്കുള്ളിൽ അഗ്നി ഉണ്ടെന്ന് അറിയാമായിരുന്നു. സയൻസ് ഭൂമിക്കുള്ളിൽ അഗ്നി ഉണ്ടെന്ന് കണ്ടുപിടിച്ചിട്ട് എത്ര വർഷമായി? അധികാരമൊന്നും ആയിട്ടില്ല. ചുരുക്കം പറഞ്ഞാൽ സയൻസ് അതിൻ്റെ ഏറ്റവും വലിയ കണ്ടുപിടുത്തങ്ങൾ എന്ന് പറയുന്നതൊക്കെ വേദ ഉദാഹരണമായിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ ഉദാഹരണങ്ങളും ഇതുപോലെയുള്ള സാർവത്രികമായിട്ടുള്ള അറിവുകൾ വേദത്തിൽ പറയേണ്ടി വരുമല്ലോ. ഇത് കണ്ടിട്ട് പലരും പറയുന്നു, കണ്ടോ ഞാൻ അവിടെ പറഞ്ഞു വേദ സയന്റിഫിക്കാണ്, ഇതൊക്കെ ഞങ്ങൾക്കും അറിയാം, ഭൂമിക്കടിയിൽ അഗ്നിയുണ്ട്, ഗ്രാവിറ്റേഷൻ ഫോഴ്സ്, ഇതൊക്കെ ഞങ്ങൾക്കറിയാം. ഈ സാധനം നിങ്ങൾ ഈ പറയുന്ന ജപോ അവസൊന്നും ചെയ്യാതെ തന്നെ ഞങ്ങൾക്കും ഇതൊക്കെ അറിയാം. പക്ഷേ ഇതിന് മനസ്സിലാക്കുന്നില്ല, ഈ സയൻസ് അറിയാൻ വേണ്ടിയിട്ടല്ല നമ്മൾ വേദം ഉപാസിക്കുന്നത്, അല്ലേ? മെറ്റീരിയൽ ആയിട്ടുള്ള സയൻസിനെ ഉപാസിച്ചാൽ മെറ്റീരിയൽ കിട്ടും, മെറ്റീരിയൽ വേൾഡ് ആയിരിക്കും നമുക്ക് കിട്ടുക. ഈ മെറ്റീരിയൽ വേൾഡ് ലഭിക്കാൻ വേണ്ടിയിട്ടാണോ നമ്മൾ നിൽക്കുന്നത്? നമുക്ക് ഈ അലൗകിക ഉപായങ്ങളിലൂടെ അല്ലെങ്കിൽ സാധനയിലൂടെ തപസ്സിലൂടെ മാത്രമേ ദൈവികതയെ മനസ്സിലാക്കാൻ സാധിക്കൂ. സയൻസിലൂടെ മുന്നേറിയാൽ നമുക്ക് ഭൗതികതയെ ലഭിക്കും. സാധനയിലൂടെയും തപസ്സിലൂടെയും മുന്നേറിയാൽ ദൈവികതയെ നമുക്ക് അറിയാനും അനുഭവിക്കാനും പറ്റും. പക്ഷേ സയൻസിനെ താലോലിക്കുന്നവർ, തെറ്റാണെന്നല്ല പറയുന്നത്, സയൻസിനെ താലോലിക്കുന്നവർ വിചാരിക്കുന്നത് നമ്മൾ ഈ അറിവുകൾ ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇതിനെ കൊണ്ട് നടക്കുന്നത് എന്നാണ്, വേദത്തിനെ കൊണ്ട് നടക്കുന്നത്. നേരെ മറിച്ച് വേദം അതിനപ്പുറമുള്ളതിനെയാണ് നമുക്ക് പ്രദാനം ചെയ്യുന്നത്. സാധനയിലൂടെയും തപസ്സിലൂടെയും മാത്രമേ നമുക്ക് ആധ്യാത്മികതയിൽ എത്തിച്ചേരാൻ സാധിക്കൂ, അല്ലെങ്കിൽ ആ ദൈവികതയെ മനസ്സിലാക്കാൻ സാധിക്കും. ഇത് കൃത്യമായിട്ട്
ആ ദൈവികതയിലേക്ക് അല്ലെങ്കിൽ നമ്മളത് മനസ്സിലാക്കുമ്പോൾ നമ്മുടെ ഓരോ ഗ്രന്ഥങ്ങളിലും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പൊ ശ്രീരുദ്രത്തിൽ പറഞ്ഞിരിക്കുകയാണ് ഇത് പറഞ്ഞിരിക്കുകയാണ് കള്ളന് നമസ്കാരം. അപ്പൊ നാളെ ഒരു കള്ളം വന്നിട്ട് നമ്മൾ സാക്ഷാത്കാര പ്രണാമമൊക്കെ ചെയ്താൽ എങ്ങനെയിരിക്കും? ഒരിക്കലും അതല്ല പറഞ്ഞിരിക്കുന്നത്. കള്ളൻ എന്ന് പറയുന്ന ആ ഒരു വ്യക്തിയെ ഓടിപ്പോയി നമസ്കരിക്കണമെന്നില്ല. ആ കള്ളന്റെ ഉള്ളിലും ജീവൻ കൊടുക്കുന്ന ഒരു ചൈതന്യമുണ്ട്, അതിനെ നമസ്കരിക്കണം. അതെങ്ങനെയാണ്? നമ്മൾ ആദ്യം സൃഷ്ടിക്ക് മുമ്പ് എന്ന് പറഞ്ഞു, ബ്രഹ്മം സൃഷ്ടി തുടങ്ങിയാലല്ലോ ആ ഊർജത്തിന്റെ ഭാഗമല്ല ഇവിടെയുള്ളതെല്ലാം. ഒരു കല്ലെടുക്കുക, കല്ല് നമ്മൾ ജഡമാണെന്ന് പറയും, പക്ഷെ കല്ലിനും ചൈതന്യമുണ്ട്. കല്ലിന് ശക്തി ഉള്ളതുകൊണ്ടല്ലേ ആകൃതിയിൽ നിൽക്കുന്നത്. അതിലും വലിയൊരു ശക്തി വെളിയിൽ നിന്ന് വന്നാൽ കൂട കൊണ്ടടിച്ചാൽ അത് പൊട്ടും. അപ്പോഴും അടുത്തൊരു കഷ്ണമുണ്ട്, അതൊരു 4 ഘടകങ്ങൾ ചേർത്ത് നിൽക്കുന്നു. അവ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ശക്തിയുണ്ട്. ചുരുക്കം പറഞ്ഞാൽ ജഡമായിട്ടുള്ള ഏത് വസ്തു എടുത്താലും അതിന് ശക്തിയുണ്ട്. അതെന്താണ്? ആ പരമമായിട്ടുള്ള ശക്തിയുടെ ഭാഗം. അതുകൊണ്ടാണ് നമ്മൾ പരമാത്മ ജീവാത്മ എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് എന്താണ്, നമ്മളിവിടെ കള്ളനെയും കള്ളന്റെ പ്രവൃത്തിയും വേർതിരിക്കുകയാണ്. കള്ളൻ ഈ പ്രവൃത്തി നിർത്തിയാൽ പിന്നെ നമ്മൾ കള്ളനെ തള്ളി പറയാമോ? പാടില്ല. ഈ പ്രവൃത്തിയെ നമ്മൾ തള്ളി പറയണം. മര്യാദയ്ക്ക് രാവണനാണെങ്കിൽ ആ പറയുന്നത് കേട്ടിരുന്നെങ്കിൽ ഉടലില് തലയിരുന്നേ അല്ലെ? പറയുന്നത് കേട്ടാൽ മതിയായിരുന്നു. അപ്പൊ പിന്നെ രാവണനെ നമ്മൾ നല്ലവനായല്ലോ എന്ന് പറഞ്ഞ് ബഹുമാനിച്ചേരും. നമ്മൾ എല്ലായ്പ്പോഴും തസ്കരന്റെ ആ പ്രവൃത്തി, അതുകൊണ്ടാണ് ശ്രീരുദ്രത്തിൽ ഇത് മുഴുവൻ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് സയൻസ് എവിടെ അവസാനിക്കുന്നു അവിടെ വേദം ആരംഭിക്കുന്നു എന്നുള്ളതാണ്. അല്ലെങ്കിൽ വേദത്തിന്റെ പ്രധാനപ്പെട്ട അറിവുകൾ. ഇനി ഇതൊക്കെ നമുക്ക് ആര് തരും? ഈ അറിവൊക്കെ പലരും പറയാറുണ്ട്, ഈ വേദമൊക്കെ സംസ്കൃതത്തിൽ എഴുതി വെച്ചിരിക്കുന്നത് ഒന്നും മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അന്നുള്ള ആളുകൾക്ക് ഏറ്റവും കൂടുതൽ അറിയാവുന്ന ഭാഷയായിരുന്നു വേദം അല്ലെ? അതുകൊണ്ട് സംസ്കൃതത്തിൽ ആണ് അത് എഴുതിയിരിക്കുന്നത്. ഇനി ആ സംസ്കൃതത്തിൽ എഴുതിയിരിക്കുന്ന വേദത്തിനെ പറ്റി നമ്മുടെ പല ആളുകളും പലതരത്തിൽ പറയാറുണ്ട്. അവർ പറയുന്നത് നമ്മൾ ഈ ആചാര്യന്മാരൊക്കെ എന്ത് മണ്ടന്മാരാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ആരെഴുതിയത് പേരെഴുതി വെച്ചില്ല. അതുകൊണ്ട് അമേരിക്കക്കാരും ബ്രിട്ടീഷുകാരും ഒക്കെ പേറ്റന്റ് എടുത്തുകൊണ്ട് പോവാണ്. നമ്മളെപ്പോഴും നമ്മുടെ ഐക്യയുടെ തലത്തിൽ നിന്നാണ് ആചാര്യന്മാരെയും ഗുരുക്കന്മാരെയും കാണുന്നത്. അതാണ് പ്രശ്നം. ഉദാഹരണത്തിന് ഭൂഗുരുത്വ ആകർഷണത്തിനെ പറ്റി വളരെയധികം ഭാഗങ്ങളിൽ വേദത്തിൽ പരാമർശമുണ്ട് അല്ലേ? നമ്മൾ പറയുന്നതോ ന്യൂട്ടനാണ് ഗ്രാവിറ്റേഷൻ ഫോഴ്സ് കണ്ടുപിടിച്ചത്. ന്യൂട്ടനാണോ കണ്ടുപിടിച്ചത്? ഭൂമി എന്നാണോ ഉണ്ടായത് അന്ന് തൊട്ട് ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ഉണ്ട്. നമ്മളെല്ലാം മണ്ടന്മാരായതുകൊണ്ട് നമുക്ക് മനസ്സിലായില്ല. നമ്മളിൽ കുറച്ച് ബുദ്ധിയുള്ള ന്യൂട്ടൻ അത് മനസ്സിലായി അല്ലേ? കാരണം നമ്മൾ മണ്ടന്മാരാണെന്ന് പറയാൻ കാരണം ന്യൂട്ടന്റെ തലയിൽ ആപ്പിൾ വീണപ്പോൾ ന്യൂട്ടൻ ചിന്തിച്ചു, നമ്മുടെ തലയിൽ ആപ്പിൾ വീണാലോ നമ്മൾ എന്തൊക്കെയായിരിക്കും ചിന്തിക്കുക? ഒന്ന് ആപ്പിൾ കിട്ടിയില്ലോ, വെച്ചിങ്ങ വീണാൽ വലിയ വേദനയാണെന്ന് കേട്ടിട്ടുണ്ട്. അപ്പൊ ആപ്പിൾ വീണാലോ, ആപ്പിളിന് എന്തൊരു വെയിറ്റാണ്, അല്ലെങ്കിൽ എന്തൊരു ഫലമാണ്, എന്നാലും കൊട്ട കിട്ടിയതെന്ന് വെച്ച് കഴിക്കും. നമ്മളിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായിട്ട് ഒരാൾ ചിന്തിച്ചു. പക്ഷെ എന്ന് വെച്ച് അദ്ദേഹമാണ് ഈ അറിവെല്ലാം കൊണ്ടുവരുന്നുണ്ടോ? നമ്മുടെ ആചാര്യന്മാർക്ക് ഗുരുക്കന്മാർക്ക് അറിയായിരുന്നു ഈ അറിവുകളെല്ലാം ഇവിടെയുണ്ട്. അറിവുകൾ എന്നുള്ള രൂപത്തിൽ വേദം ഒന്നാണ്. ഗ്രന്ഥരാശി എന്ന് പറയുമ്പോൾ അത് 4ആണ്. ഈ അറിവുകളെല്ലാം ഈ അന്തരീക്ഷത്തിൽ നിൽക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിൽ നിൽക്കുന്നുണ്ട്. ഈ അറിവുകളെ എങ്ങനെ ഗുരുക്കന്മാർക്ക് മനസ്സിലാക്കി? അപ്പൊ ഗുരുക്കന്മാരാരാണെന്ന് ഒന്ന് നോക്കാം. ഗുരുക്കന്മാരാരാണെന്ന് ചോദിച്ചാൽ മനുസ്മൃതിയിൽ അറിവുള്ളവരെ 4ആയിട്ട് പറയുന്നുണ്ട്. അതിലൊന്നാണ് ഉപാധ്യായൻ. ഉപാധ്യായൻ ഞങ്ങളെ കോളേജിൽ ശമ്പളം മേടിച്ച് അറിവ് കൊടുക്കുന്നവരാണ് ഉപാധ്യായൻ. രണ്ടാമത്തെ ആളാണ് പണ്ഡിതൻ. പണ്ഡിതൻ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം അറിവുള്ളവർ. പക്ഷെ ഈ പണ്ഡിതനാണെങ്കിൽ അറിവ് കൊടുക്കാൻ മനസ്സുണ്ടാവണമെന്നില്ല. കാരണം കാശ് ഉണ്ടാക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഒത്തിരിയും ബുദ്ധിമുട്ടുണ്ടാക്കിയ കാശ് ചിലപ്പോൾ എല്ലാവർക്കും അങ്ങനെ ഫ്രീ ആയിട്ടോ അല്ലെങ്കിൽ അങ്ങനെ എല്ലാവർക്കും കൊടുക്കാൻ താല്പര്യമില്ല. അതുപോലെ അറിവുണ്ടാക്കണമെങ്കിൽ വളരെയധികം കഷ്ടപ്പെടണം. അപ്പൊ വിദ്വാൻ അല്ലെങ്കിൽ പണ്ഡിതൻ അറിവുണ്ട്, പക്ഷെ എല്ലാവർക്കും കൊടുക്കണമെന്ന് ഇല്ല. മൂന്നാമത്തെ കാറ്റഗറിയാണ് ആചാര്യൻ. മുകളിലേക്കാണ് വരിക. ആചരിച്ച് കാണിച്ചു തരുന്നവരാണ്. പക്ഷെ ഈ ആചാര്യന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവനാണെങ്കിൽ ഒത്തിരി വേണം. കാരണം എന്താണെന്ന് വെച്ചാൽ തന്നെ എന്തെങ്കിലുമൊക്കെ മനസ്സിലാക്കി ആ വഴി കൂടെ പോയി സാക്ഷാത്കാരം നേടാനാണെങ്കിൽ ഒറ്റ വഴി മതി. ആചാര്യനാണെങ്കിൽ എവിടുന്നോ വരുന്ന ചോദ്യങ്ങളും
ഏറ്റെടുക്കാൻ ആവനാഴിയിൽ ഒത്തിരി വേണം. അപ്പൊ സമഗ്രമായിട്ടുള്ള ഒരു അറിവ് വേണം. പക്ഷെ ആചാര്യൻ എന്ന് പറഞ്ഞാൽ ഒരു വിഷയത്തിലാകാം ദ്രോണാചാര്യർ അങ്ങനെ ഉണ്ടല്ലോ, ആ വിഷയത്തിൽ ഒരു ആചാര്യൻ. പക്ഷെ ആരെ നിർബന്ധിച്ച് ചെയ്യിപ്പിക്കുന്നതായിരിക്കരുത്. താൻ ആചരിക്കുന്നത് കണ്ട് മറ്റുള്ളവർ അത് ചെയ്യണം. ഭഗവാൻ സത്യസായി ബാബ പറയും, നല്ലൊരു അധ്യാപകനാണെങ്കിൽ ഒരു ബാറിന്റെ ഫ്രണ്ടിൽ പോയി കാർ കൊണ്ട് പാർക്ക് ചെയ്ത് അപ്പുറത്തെ കടയിലേക്ക് പോകാൻ. കാരണം എന്താണ്? ഏതെങ്കിലും നമ്മളൊക്കെ കോളേജിൽ പഠിക്കുന്ന സാറുമാരുടെ കാർ നോക്കിയിട്ടല്ലേ വന്നിട്ടുണ്ടോ, സാറ് വന്നിട്ടുണ്ടോ, ഈ അവർ ഫ്രീ ആണോ നോക്കി അറിയുന്നത്. അപ്പോ ഇത് കാണുന്ന ഒരു കുട്ടി എന്ത് വിചാരിക്കും? സാറ് മദ്യപിക്കാനായിട്ട് പോയിരിക്കുകയാണ്. സമൂഹത്തിനെ ചിലർ പറയും, ഓ ഞാനെല്ലാം ശരിയാണ് ചെയ്യുന്നത്, എനിക്ക് സമൂഹത്തിനെ ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല. അങ്ങനെയല്ല, നമ്മൾ സമൂഹ ജീവിയായിട്ട് ജീവിക്കുമ്പോൾ സമൂഹത്തിനെ ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ടാണല്ലോ കല്യാണമൊക്കെ നടത്തുന്നത്. പുരുഷനും പെൺകുട്ടിയും നാളെ പെട്ടെന്ന് ഒന്നിച്ച് ജീവിക്കാൻ തീരുമാനിച്ചു എന്ന് പറഞ്ഞാൽ സമൂഹത്തിനെ രണ്ട് വീട്ടുകാരുടെയും ആശീർവാദത്തോടെയാണ് അതൊക്കെ മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഇതാണ് ആചാര്യന്റെ പ്രത്യേകത. ഗുരു എന്നാൽ സർവജ്ഞൻ എന്നാണ് അർത്ഥം. പാസ്റ്റ്, പ്രസന്റ്, ഫ്യൂച്ചർ ഇതറിയാവുന്നവനാണ്. ഏത് അറിവും വേണ്ട സമയത്ത് ഇദ്ദേഹത്തിന് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. കാരണം എന്താ? ഈ അറിവുകളെല്ലാം ഇവിടെ ഉണ്ട്, ഇതിനെ ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. പക്ഷെ ഗുരുവിന്റെ ഡെഫിനേഷൻ എന്താണ് ശരിക്കും പറഞ്ഞാൽ? ഇപ്പം നമ്മൾ പല ഗുരുവിന്റെ ശ്ലോകങ്ങളും ചൊല്ലും. ഒന്ന് ഗുരു എന്ന് പറഞ്ഞാൽ കനമുള്ളവനാണ് അർത്ഥം. 80-90 കിലോ അല്ല, അറിവിൽ കനമുള്ളവൻ അല്ലെ. ലഘു എന്ന് പറഞ്ഞാൽ ഭാരം കുറഞ്ഞയാണ്. പക്ഷേ ശരിയായിട്ടുള്ള ഗുരുവിന്റെ അർത്ഥം എന്താ? ഒരിക്കലും ശുദ്ധി ബാബയുടെ കാല് തിരുമ്മിക്കൊണ്ടിരിക്കുകയായിരുന്നു, നാനാ സാഹിബ് ചന്ദോക്കർ. അപ്പൊ കാലൊക്കെ തിരുമ്മിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ നാന എന്തോ പുറപുറത്തുന്നു. അപ്പൊ ബാബ വെച്ചു, നാന നീ എന്താണ് ഈ പുറപുറത്തുന്നു? അല്ല, ഞാൻ ഭഗവത്ഗീത ശ്ലോകം ചൊല്ലുകയായിരുന്നു. അപ്പൊ നാന ഇതൊക്കെ നന്നായിട്ട് പഠിച്ചിട്ടുണ്ട്. എന്നാ പിന്നെ 4 പേര് കേൾക്ക നിനക്ക് ചൊല്ലിക്കൂടെ, നീ ഉറക്കെ ചൊല്ലുമെന്ന് പറഞ്ഞു. അപ്പൊ നാന ഒന്ന് മടിച്ചിട്ട് ചൊല്ലാൻ തുടങ്ങി. തദ്വിധി പ്രണിപാതേന പരിപ്രശ്നേന സേവയ ഉപദേക്ഷന്തി തേ ജ്ഞാനം ജ്ഞാനിന തത്വദർശന. ഗംഭീരമായിട്ട് നീ ചൊല്ലിയാണ്. പിന്നെ നീ എല്ലാവർക്കും കൂടെ പറഞ്ഞേക്ക് എന്ന്. അപ്പൊ പറഞ്ഞു, ജ്ഞാനം അറിയുന്നതിനായിട്ട് നമ്മൾ വളരെ ബഹുമാനത്തോടുകൂടി വിനയത്തോടുകൂടി അറിവുള്ള ഗുരുക്കന്മാരെ സമീപിച്ചാൽ അവരെന്ത് ചെയ്യും? ഈ മഹത്തുക്കളായിട്ടുള്ള ജ്ഞാനികൾ നമുക്ക് ജ്ഞാനത്തെ ഉപദേശിച്ചു തരും. കുഴപ്പമില്ല, നാളെ ഞെട്ടി. അല്ല, ആദിശങ്കരാചാര്യർ, ശ്രീധരൻ, ആനന്ദഗിരി എല്ലാവരും ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. ഞാനാ വിചാരിക്കുന്നത് ബാബയ്ക്ക് അവിടെ എന്ത് സംസ്കൃതം ഗീത അറിയാം ആണോ? എന്നാൽ ഞാനൊരു കാര്യം പറയാം. നീ ആ ചൊല്ലിയതില് ജ്ഞാനികൾ ജ്ഞാനം ഉപദേശിക്കുന്നുള്ളത് മുറിക്കാതെ ജ്ഞാനികൾ അജ്ഞാനം ഉപദേശിച്ചു തരുമെന്നുള്ള രീതിയിൽ ഒന്ന് ചിന്തിച്ചു നോക്കുക. അപ്പോഴാണ് അതിൻ്റെ മഹത്വം മനസ്സിലായത്. ബാബ പറയുന്നു, ജ്ഞാനികൾക്ക് ഒരിക്കലും ജ്ഞാനം ഉപദേശിച്ചു കൊടുക്കാൻ സാധിക്കില്ല, അജ്ഞാനം എന്താണെന്ന് പറഞ്ഞു തരാൻ സാധിക്കും. അപ്പൊ പിന്നെ അത് മാറ്റിയാൽ നമുക്ക് എന്ത് കിട്ടും? അത് അറിഞ്ഞാൽ. അതുകൊണ്ടാണ് അജ്ഞാന തിമിരാന്തസ്യ ജ്ഞാനാഞ്ജന ശലാകയ ചക്ഷുരുന്നീയത്. ഒരു വെള്ളത്തിന് മുകളിൽ പായൽ കിടപ്പുണ്ടെങ്കിൽ പായലാണ് അജ്ഞാനം. ഞാൻ അവിടെയുണ്ട്, പക്ഷെ പായലിനെ മാറ്റിയാലേ പറ്റൂ അല്ലേ? അതിന് അതുപോലെ നമ്മൾ കിണർ കുഴിക്കുമ്പോൾ വിവരമുള്ള ഒരാൾ വന്ന് പറഞ്ഞു തരണം, ഇന്നടത്ത് വെള്ളമുണ്ട്. അതാണ് ഒരു ഗുരു. ആ ഗുരു വന്ന് പറയുമ്പോൾ നമുക്ക് ആ മണ്ണ് മാറ്റിയ വെള്ളം അവിടെ പണ്ടേ ഉണ്ട്. അപ്പോൾ ജ്ഞാനികൾ അജ്ഞാനം എന്താണെന്ന് നമുക്ക് പറഞ്ഞു തരും, അല്ലെങ്കിൽ ഗുരുക്കന്മാർ. ഇത് തന്നെയാണ് ഗുരു ബ്രഹ്മ, ഗുരു വിഷ്ണു, ഗുരു ദേവോ മഹേശ്വര, ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഗുരു ബ്രഹ്മാവാണ്. അപ്പൊ അറിവുകളെല്ലാം നമുക്ക് പ്രദാനം ചെയ്യുന്നത് ആ ഈശ്വരനാണ്. അതിൽ നമുക്ക് സംശയമൊന്നുമില്ല. ഗുരു വിഷ്ണു, ഈ അറിവുകളെല്ലാം പരിപാലിക്കുന്നയാള് ഗുരുവാണ്, വിഷ്ണുവാണ്. അപ്പൊ ഈ അറിവുകളെല്ലാം സംഭരിക്കുന്നയാളാണോ മഹാദേവൻ, അജ്ഞാനത്തെ സംഭരിക്കുന്നത്. അവിടെ ഇങ്ങനെ വ്യാഖ്യാനം പറയണമെന്ന് പറയാം, അജ്ഞാനത്തെ സംഭരിക്കുന്നവനാണ് മഹാദേവൻ. അപ്പോ ഈ ഗുരു പരമ്പരയാണ് എന്ത്? നമുക്ക് ഈ വേദത്തിലെ അറിവുകൾ എക്സ്ട്രാക്ട് ചെയ്ത് തരേണ്ടത്. എത്രയോ പരമ്പരകളുണ്ട്. 2 തരത്തിലുള്ള പ്രധാന പരമ്പരയാണ് ഉണ്ടായിരുന്നത്. രാജപരമ്പര, ഋഷി പരമ്പര, അല്ലെങ്കിൽ ഗുരു പരമ്പര. രാജപരമ്പര എവിടെയുണ്ട് അല്ലേ? ശ്രീരാമന്റെ വംശമുണ്ടോ? എത്രയോ രാജപരമ്പരകൾ നമ്മൾ കണ്ടു. ഇന്നും ഉള്ളത് ഗുരു പരമ്പര ആണ്. അപ്പൊ സർവജ്ഞനായിട്ടുള്ളവൻ. അപ്പൊ നമുക്ക് ഒരു 5 വയസ്സിൽ 8 വയസ്സിലൊക്കെ നമ്മൾ എന്തൊക്കെ ചെയ്തു എന്ന് വേണമെങ്കിൽ നമുക്ക് ഓർത്തെടുക്കാം. പക്ഷെ നമ്മളൊരു
70-ാം വയസ്സിൽ, ഇപ്പം നിങ്ങൾക്ക് 50 വയസ്സുണ്ടെന്ന് വിചാരിക്കുക. 70-ാം വയസ്സിൽ നമ്മൾ എന്ത് ചെയ്യുന്നത് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റുമോ? നമുക്ക് ഗുരുവിന് അത് കൊടുക്കാൻ പറ്റും. അതായത് ഗുരുവിന് ഏത് അറിവും ഡൗൺലോഡ് ചെയ്തെടുക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അതിന് 2-3 ഉദാഹരണങ്ങൾ പറയും. ഒരിക്കൽ അവതാരണമണി അമ്മയുടെ അടുക്കൽ ഒരു ഫ്രഞ്ചുകാരനാണ്. എന്നിട്ട് അദ്ദേഹം ഫ്രഞ്ച് ഭാഷയിൽ ധാരാളം സംസാരിച്ചു. അമ്മ ഇതെല്ലാം കേട്ട് കഴിഞ്ഞിട്ട് അമ്മ പറഞ്ഞു, അമ്മ നന്നായിട്ട് സംസാരിച്ചു കേട്ടോ എന്നൊക്കെ പറഞ്ഞ് അഭിനന്ദിച്ചിട്ടുണ്ട്. അപ്പോൾ പറഞ്ഞു, ഒരു കാര്യത്തിൽ മാത്രം എനിക്ക് മാറ്റി പറയാൻ കേട്ടോ എന്ന് പറഞ്ഞ് അമ്മ അതെല്ലാം വിശദീകരിച്ചു. ഇതെല്ലാം കഴിഞ്ഞ് ശിഷ്യന്മാരെ ചോദിച്ചു, അല്ല അമ്മയ്ക്ക് ഫ്രഞ്ച് ഭാഷ അറിയാമോ? അപ്പം അമ്മ പറഞ്ഞു, മോനെ അവൻ എന്താണ് പറയാൻ പോകുന്നതെന്ന് അവൻ ചിന്തിച്ചപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി അവൻ തെറ്റാണ് പറയാൻ പോകുന്നത്. അതായത് നമ്മൾ ശബ്ദം ഇവിടുന്നാണ് കേൾക്കുക, പക്ഷെ നമ്മൾ പഠിക്കാറില്ലേ പരാപശ്യന്തി മധ്യമ വൈഖരി. പരായുടെ തലത്തിൽ നിന്നുകൊണ്ട് തന്നെ അമ്മയ്ക്ക് മനസ്സിലായി എന്താണ് ഇവിടെ നിന്നേ ആ ശബ്ദ തരംഗങ്ങൾ എന്ത് ചെയ്യും, ശബ്ദതരംഗങ്ങൾ പുറപ്പെട്ട് ശരീരത്തിലെ സകല നാഡീ കോശങ്ങളിലും തട്ടി പ്രതിധ്വനിച്ചിട്ടാണ് പുറത്തേക്ക് വരുന്നത്. ഇവിടുന്ന് പുറപ്പെട്ടപ്പോഴേ ഇതിനെ മനസ്സിലാക്കാൻ പറ്റി. പരായുടെ തലത്തിൽ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നു. നമ്മൾ വിചാരിക്കും ഇതൊക്കെ പറ്റുമോ? കാരണം നമ്മളെ കൊണ്ട് പറ്റില്ല. നമ്മളെ കൊണ്ട് പറ്റുന്നത് പറ്റാത്തത് വേറെ ആർക്കും പറ്റില്ലെങ്കിൽ പി.ടി. ഉഷ ചേച്ചി ഓടിയിട്ടില്ല. പി.ടി. ഉഷ ചേച്ചി ഓടിക്കൂടെ നമുക്ക് ഓടാൻ പറ്റുമോ? ചേച്ചി അതിനുള്ള പരിശ്രമം ചെയ്തു, ചേച്ചിക്ക് പറ്റി. അപ്പോൾ ഇത് ദക്ഷിണാമൂർത്തി സ്തോത്രം നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. മൗനം വ്യാഖ്യ പ്രകടിത പരബ്രഹ്മതത്വം യുവാനം വശിഷ്ഠം ദേവസദൃശികനൈരാവൃതം ബ്രഹ്മനിഷ്ഠ. അതായത് വളരെ യുവാവായിട്ടുള്ള ദക്ഷിണാമൂർത്തി ഭഗവാൻ, വൃദ്ധരായിട്ടുള്ള ശിഷ്യന്മാർ ആരും ഒന്നും പറയുന്നില്ല. പക്ഷേ എന്താണോ ഗുരുവിന് പറയാനുള്ളത് അത് ശിഷ്യനിലേക്ക് എത്തുന്നു. പരായുടെ തലത്തിൽ ആ തരംഗ രൂപത്തിൽ. അതുകൊണ്ടാണ് നമ്മൾ ചില ആളുകൾ മൃഗങ്ങളുടെയൊക്കെ അടുത്ത് പോകുമ്പോൾ അവർ വളരെ സൗമ്യശീലരായിട്ടിരിക്കും. കാരണം അവരുടെ ശരീരത്തിലെ തരംഗങ്ങൾ ഇതൊക്കെ മനസ്സിലാവും. ട്യൂണിങ് വരും, നമ്മൾ ഈ റേഡിയോ സ്റ്റേഷൻ ട്യൂൺ ചെയ്യുന്നത് പോലെ. അപ്പം നമ്മുടെ ഉള്ളിലെ തരംഗങ്ങൾ ഏത് രീതിയിലാണോ അതിനെ മനസ്സിലാക്കാനുള്ള കഴിവ് ഇവർക്കുണ്ട്. ഒരിക്കൽ അഭേദാനന്ദ ആശ്രമത്തിൽ അഖണ്ഡ നാമജപം കാലം കൂടുന്ന സമയത്ത് ഇപ്പൊ ശബ്ദം എല്ലാം കുറച്ച് വരും. ഇപ്പോഴാണ് പെട്ടെന്ന് ഒരു ഒച്ച കേൾക്കുന്നത്. വലിയൊരു മഴക്കൊമ്പ് ഒടിഞ്ഞു വീഴും. ഗുരുദേവൻ ഒട്ടനെ ജ്ഞാനത്തിലായി കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞ് ഗുരുദേവൻ പറഞ്ഞു, ഇത്രയും നേരം ഹരിരാമ മന്ത്രം ചൊല്ലിക്കൊണ്ടിരുന്നത് കൊണ്ട് ഹനുമാൻ സ്വാമി അത് കേട്ടുകൊണ്ടിരിപ്പുണ്ടായി. ഇത് നിർത്താൻ പോകുമെന്ന് അറിഞ്ഞപ്പോൾ സ്വാമിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഹനുമാൻ സ്വാമി ഇരുന്ന കൊമ്പിന് ഒരു ആഞ്ഞ് ചവിട്ട് കൊടുത്തു. നീരസം കടന്നിട്ട് പോയതാണ് അത്രേ. എങ്ങനെ ഗുരുദേവനെ മനസ്സിലായി? ഏത് അറിവുകളും അവർക്ക് ഈ പ്രപഞ്ചത്തിലുണ്ടല്ല. ഗുരുത്വാകർഷണം ന്യൂട്ടൺ കണ്ടുപിടിച്ചു എന്ന് പറയുന്നു. ഇത് പണ്ടേ ഇവിടെ ഉണ്ടല്ലോ. ഗുരുത്വാകർഷണം ഉണ്ടെങ്കിൽ ഈ അറിവിടെ ഉണ്ട്. അപ്പൊ അതിനെ ആ ഡൗൺലോഡ് ചെയ്തെടുക്കാനുള്ള കപ്പാസിറ്റി, അതിനാണ് ദർശനങ്ങൾ എന്ന് പറയുന്നത്. എത്രയോ നേരം അതിനെപ്പറ്റി ചിന്തിക്കുന്നു. അതുകൊണ്ട് തന്നെ വേദങ്ങളുടെ ജന്മഭൂമി ഭാരതമല്ല. കാരണം എന്താ, ഭാരതത്തിൽ മാത്രമേ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ഉദാഹരണം പറയുകയാണ്. അത് എല്ലായിടത്തും ഉണ്ട്. പക്ഷേ അത് ഏറ്റവും കൂടുതൽ പ്രചരിച്ചത് ഭാരതത്തിലാണ്. കാരണം എന്തുകൊണ്ടാണ്? ഭാരതം ഒരു ത്യാഗഭൂമിയാണ്, യോഗഭൂമിയാണ്. മറ്റ് രാജ്യങ്ങൾ ഭോഗഭൂമിയാണ്. അവരെന്തിന് പ്രാധാന്യം കൊടുത്തു? അവർക്ക് അത് കിട്ടി. എവിടെയാണോ നിലം നന്നായിട്ട് ഉഴുത് ആ വിത്ത് വിതച്ച് റെഡിയാക്കി ഇട്ടിരുന്നത് മഴ പെയ്തപ്പോൾ അത് തീർന്നു. നമ്മുടെ ആചാര്യന്മാർ പരിശ്രമിച്ചത് ഇത് ലഭിക്കാൻ വേണ്ടിയിട്ടാണ്. പ്രപഞ്ചത്തിന്റെ നിഗൂഢ രഹസ്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് അവർ പരിശ്രമിച്ചു. അവരിലേക്ക് ഇത് വെളിപ്പെട്ടു വന്നു. അതുകൊണ്ട് തന്നെ ഈ വേദത്തിലെ അറിവുകളുടെ ഒന്നും ഉദ്ഭവം ഭാരതമാണെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. പക്ഷേ എല്ലാ അറിവുകളുടെയും മതങ്ങളുടെയും എല്ലാം മാതാവാണെന്ന് പറയാൻ കാരണം ഇതാണ്. കാരണം ഇവിടെയുള്ളവർ അത് പരിശ്രമിച്ചു, ഇവിടെയുള്ളവർ അത് നമുക്ക് കൊണ്ടുതന്നു. അതുകൊണ്ടാണ് വിവേകാനന്ദ സ്വാമിജികൾ പറഞ്ഞിരിക്കുന്നത്, ഇപ്പൊ നമ്മുടെ ഏറ്റവും വലിയ കാര്യം എന്താണ്? മതമാണ് പ്രശ്നം എന്നാണല്ലോ എല്ലാവരും പറയുന്നത്. ഞാൻ ഇച്ചിരി മാറ്റി പറഞ്ഞതേ ഉള്ളൂ. എങ്കിലും പലരുടെയും മനസ്സിൽ ഇന്നത്തെ തലമുറയ്ക്കൊക്കെ ഒരു ചിന്തയുണ്ട്, ഈ മതമാണ് എല്ലാവരും പ്രശ്നം, എനിക്കൊരു മതവും ഇല്ല കേട്ടോ എന്നിട്ട് ഇതൊക്കെ വലിയ അഭിമാനമായിട്ടാണ് കൊണ്ടു നടക്കുക. മതം എന്നാൽ ഈശ്വരനിലേക്കുള്ള വഴി എന്നാണ് അർത്ഥം. ആ ഈശ്വരനിലേക്കുള്ള വഴി പലതരത്തിലാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വഴിക്ക് കിട്ടും. ഇപ്പൊ എനിക്ക് ഏറ്റവും കൃഷിയിലേക്ക് വരാൻ പല വഴിയുണ്ട്. ഞാൻ എനിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള വഴി കൂടെ വരും. ചിലപ്പോൾ എനിക്ക് വേറെ തൃപ്പൂണിത്തുറ വഴി പോയിട്ടായിരിക്കും വരേണ്ടത് എന്ന് വെച്ച് ബാക്കി എല്ലാവരുടെ വഴി തെറ്റാണെന്നും അവന്മാരെല്ലാം ഇല്ലാതാക്കിയിട്ട് മാത്രമേ ഞാൻ വരുന്നു എന്ന് ചിന്തിക്കുമ്പോഴാണ് ഭക്തി
ഭക്തി ഗൗണീ തലത്തിലെത്തുന്നതെന്ന് വിവേകാനന്ദ സ്വാമിജി പറയുകയാണ്. അതായത് ഭക്തിയുണ്ട് സ്വന്തം മതത്തിനുണ്ട്, പക്ഷെ ബാക്കി എല്ലാ മതങ്ങളും ഇല്ലാതെയാകണം, അവിടെയുള്ളവരെല്ലാം നശിക്കണം എന്നുള്ളതാണ് ഭക്തിയുടെ ഗൗണീ തലം. ഇതിന്റെ പരിഹാരമായിട്ട് ആളുകൾ പറയുന്നത് എന്താണെന്നറിയോ? എല്ലാ മതങ്ങളും ഇല്ലാതെയാകണം. വിവേകാനന്ദ സ്വാമിജി പറയുന്നു, ഇതല്ല അതിൻ്റെ കോമഡി. മതങ്ങളെ എല്ലാം ഒരുമിപ്പിക്കുക, അതിലൊരു സാഹോദര്യം ഉണ്ടാകുക, അതിൽ എല്ലാ മതങ്ങളിലുള്ളവരെയും പരസ്പരം ബഹുമാനിക്കാനുള്ള ഒരു അവസ്ഥയിൽ കൊണ്ടെത്തിക്കുക. ഇത് ആർക്ക് മാത്രമേ പറ്റൂ? ഹിന്ദു മതത്തിന് പറ്റൂ. സ്വാമിജി പറയുന്നു, അതുകൊണ്ടാണ് മതങ്ങളുടെ മാതാവ് എന്ന് നമ്മുടെ മതത്തിനെ പറയുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ ഈ ലോകത്തിൽ അല്ലെങ്കിൽ നിലനിൽക്കുന്ന എല്ലാ അറിവുകളും നമുക്ക് പ്രദാനം ചെയ്തത് ഭാരതീയരാണെന്നൊന്നും പറയുന്നില്ല. ഗ്രീക്കുകാർ ധാരാളം കണ്ടുപിടുത്തങ്ങൾ ചെയ്തിട്ടുണ്ടല്ലേ. എല്ലാ രാജ്യങ്ങളിലുള്ളവരുടെ അറിവുകളെ നമ്മൾ ബഹുമാനിക്കുന്നു. പക്ഷേ നമ്മളുടെ അറിവുകൾ വേദം എന്താണ് ചർച്ച ചെയ്യുന്നത്? സയൻസ് തീർച്ചയായിട്ടും നമുക്ക് വേണം, ഭൗതികത വേണം, സയൻസ് വേണം. ഇന്ന് മൊബൈൽ ഇല്ലെങ്കിൽ ജീവിക്കാൻ പറ്റില്ല അല്ലേ? ഇതൊക്കെ പറഞ്ഞിട്ട് കാറില്ലെങ്കിൽ ജീവിക്കാൻ പറ്റില്ല. നമ്മൾ ഇതിനെല്ലാം മാനിക്കുന്നു. പക്ഷേ നമ്മുടെ ഋഷീശ്വരന്മാർ പരമമായിട്ടുള്ള ഒരു അറിവ് തന്നിരിക്കുന്നു, അത് മനുഷ്യന് വേണ്ടിയിട്ടുള്ളതാണ്. സംശയം ഉറപ്പ് കിട്ടണമെന്ന് അല്ല, അത് ഓടുന്നു. അതല്ല, ഉറപ്പ് തരുന്നോണ്ടല്ല, ഒരു വിഷയം എടുത്തുകൊണ്ട് ലാൻഡ് ചെയ്യാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഒരു പ്ലാൻ ഉണ്ടാക്കാമല്ലോ. അതുകൊണ്ട് അവസാനിപ്പിക്കുന്ന പുതിയൊരു വിഷയത്തിലൊക്കെ അപ്പൊ ഇവിടെ നമ്മൾ ഈ പറയുന്ന ശാസ്ത്രം അല്ലെങ്കിൽ സയൻസ് ഇതൊന്നും നമുക്ക് വേണ്ട എന്നല്ല പറയുന്നത്. തീർച്ചയായിട്ടും ഇവയെല്ലാം വേണം. പക്ഷേ ഒരു മനുഷ്യനായിട്ട് ജനിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം എന്താണ്? എവിടെ നിന്ന് പുറപ്പെട്ടോ അവിടെ തിരിച്ചെത്തണം. അതിനുള്ള സാധ്യത ഏറ്റവും കൂടുതൽ മനുഷ്യജന്മത്തിലാണ് അല്ലേ? മോക്ഷം എന്നുള്ളത്. അല്ലെങ്കിൽ വളരെ ചുരുക്കത്തിൽ ഒരു കുരങ്ങൻ ഹനുമാനാകണം, ഒരു പക്ഷി ജടായു ആകണം, അല്ലെങ്കിൽ ഒരു കാള നന്ദിയാകണം. വളരെ ചുരുക്കമാണ്. കാരണം എന്തുകൊണ്ടാണ്? മനുഷ്യനാണ് വിശേഷ ബുദ്ധി ഉള്ളത്. ആലോചിച്ച് ഉറപ്പിച്ച് ഇന്നത് ചെയ്യണം. ഒരു പുലിയോട് പറയാൻ പറ്റുമോ? രാവിലെ ഗ്രാമ മുഹൂർത്തത്തിലേക്ക് നന്ദി പോയി കുളിച്ച് പത്മാസനത്തിൽ ഇരുന്ന് 108 ഗായത്രി ജപിക്കണം, ഭസ്മമൊക്കെ ഇടണം, അത് കഴിഞ്ഞിട്ട് മാത്രം ആഹാരം കഴിക്കണം, ബ്രഹ്മാർപ്പണം ചൊല്ലണം. ഇതൊക്കെ ഏത് ജീവജാലങ്ങളോട് പറയാൻ പറ്റും അല്ലേ? ഇത് വിശേഷ ബുദ്ധിയോടും, വിശേഷ ബുദ്ധി എന്ന് പറഞ്ഞാൽ അനേക സാധ്യതകളിൽ നിന്ന് ഒന്നിനെ തിരഞ്ഞെടുക്കാനുള്ള കഴിവ്. നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യായിരുന്നു അല്ലേ? മൊബൈൽ തോണ്ടിക്കൊണ്ടിരിക്കായിരുന്നു, കിടന്നുറങ്ങായിരുന്നു, കറങ്ങാൻ പോകായിരുന്നു, ചാപ്പാടടിക്കായിരുന്നു, ആരെങ്കിലും കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കായിരുന്നു, സത്സംഗത്തിന് വരായിരുന്നു. അനേക സാധ്യതകളിൽ നിന്നും നിങ്ങൾ ഒന്നിനെ തിരഞ്ഞെടുക്കും. ഇത് ആലോചിച്ച് ഉറപ്പിച്ച് തിരഞ്ഞെടുക്കാനുള്ള കഴിവ് ദൈവം ഇൻസ്റ്റോൾ ചെയ്തിട്ടാണ് വിട്ടിരിക്കുന്നത് നമ്മുടെ തലച്ചോറിനുള്ള ആപ്പിൽ. ഇത് നമുക്ക് മാത്രമേ പറ്റൂ. അപ്പൊ ഈ മനുഷ്യ ജന്മം കൊണ്ട് മാത്രമേ നമുക്ക് ആ മോക്ഷം എന്നുള്ളത് എത്താൻ പറ്റൂ. അപ്പൊ ചിലർക്ക് ഈ ജന്മത്തിൽ തന്നെ മോക്ഷം വേണമെന്ന് എന്താ ഉറപ്പ്? നിർബന്ധമൊന്നുമില്ല, കാത്തിരിക്കാൻ തയ്യാറാണെങ്കിൽ. പക്ഷേ അടുത്ത ജന്മം മനുഷ്യജന്മം കിട്ടുന്നെന്താ ഉറപ്പ് അല്ലേ? നമ്മുടെ ആചാര്യന്മാർ പറയുന്നു, അവിടെ ദേവന്മാരുടെ അടുക്കല് ക്യൂ നിൽക്കുകയാണ് ജീവജാലങ്ങൾ ഒരു മനുഷ്യജന്മം കിട്ടാനായിട്ട്. ഇപ്പൊ ലോട്ടറി അടിച്ച പോലെ മനുഷ്യജന്മം കിട്ടി. ഇനി അടുത്ത ജന്മം മനുഷ്യജന്മം കിട്ടുമോ? പരിണാമം നിർത്തുന്ന നോക്കിയാൽ മതി അല്ലേ? എന്തൊക്കെ ജന്തുക്കളും ജീവജാലം ഈ ജന്മത്തിലെ കയ്യിരിപ്പനുസരിച്ച് അടുത്ത ജന്മം കിട്ടും. ചിദാനന്ദ സ്വാമിജികൾ പറയും, എപ്പോഴും ജിമ്മിൽ പോകാനും ശരീരം എപ്പോഴും പുഷ്ടിപ്പെടുത്തണം ഈ ഒരു വിചാരം ഉണ്ടെങ്കിൽ അടുത്ത ജന്മത്തിൽ നല്ല കട്ടിയടക്കാതെയുള്ള ഒരു വൃക്ഷമായിട്ട് ജനിക്കും. നല്ല ഉരുപ്പിടിയായിട്ട്. കാരണം എപ്പോഴും ഉരുപ്പിടിയാണെന്നാണ് ആഗ്രഹം. അപ്പോൾ എപ്പോഴും അതായിരിക്കും ചിന്ത. ഏത് ചിന്തയിലാണോ അടുത്ത ജന്മത്തിലേക്ക് അത് വരും. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ജന്മം വലിയ കുഴപ്പമില്ലാതെ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഉറച്ചു പിടിച്ചു പൊയ്ക്കണം. ഈ അടുത്ത ജന്മം മനുഷ്യജന്മം കിട്ടിയെന്ന് വിചാരിക്കുക. ഞാൻ എപ്പോഴും പറയും, ഒരു കൊല്ലാപ്പാലെ വീണ്ടും LKG പോയി ഈ മുഴുവൻ പഠിക്കണം, ഈ ചന്ദ്രാടി കൊള്ളണം, പിന്നെ എന്നും എഴുന്നേറ്റ് രാവിലെ ഈ ടിഫിൻ കിറ്റും കൊണ്ട് സ്കൂളിൽ പോകണം. എന്തെല്ലാം കൊല്ലപ്പം 10ാം ക്ലാസ് ആയിക്കഴിഞ്ഞാൽ A+ കിട്ടുമോ കിട്ടുമോ അറിയില്ല. +1 +2 ആയിക്കഴിഞ്ഞാൽ അതിൻ്റെ ടെൻഷൻ, എഞ്ചിനീയറിംഗ്, മെഡിസിൻ, അത് കഴിഞ്ഞൊരു 4-5 ബ്രേക്കപ്പ്, അത് കഴിയുമ്പോഴത്തേക്കും കല്യാണം, അത് കഴിഞ്ഞ് പിന്നെ അതിൻ്റെ പ്രശ്നങ്ങൾ, കുട്ടികളുണ്ടായോ ഇല്ലയോ അല്ലേ?
വലിയ കുഴപ്പമില്ലാതെ ഈ ജന്മം കിട്ടിയിട്ടുണ്ടെങ്കിൽ ബുദ്ധിയുള്ളവർ എന്ത് ചെയ്യും? നമ്മളുടെ ആചാര്യന്മാർ പറഞ്ഞതനുസരിച്ച് മുന്നോട്ട് പോകും. പക്ഷെ എവിടെയാണ് നമ്മളുടെ ഇവിടെ കുഴപ്പം കാണുന്നത്? എവിടെയാണോ കേരളം ഗുരുപരമ്പരയും സന്യാസി ആചാര്യന്മാരെയും ഗുരുക്കന്മാരോടുമുള്ള ബഹുമാനം കുറഞ്ഞുവോ അന്ന് തൊട്ടാണ് കേരളത്തിൻ്റെ മതപഠനം തുടങ്ങിയത്. യാതൊരു സംശയമില്ല. കാരണം വേദത്തിലെ അറിവ് വേറെ ആര് പറഞ്ഞു തരും? നമ്മളൊക്കെ ഭക്തരാണ്. ഒരു ഭക്തരല്ല, പാട്ടയം ഭക്തരാണ് അല്ലേ? വണ്ടി ഇടിക്കാൻ പോകുമ്പോൾ നാരായണമെന്ന് വിളിക്കും. അത് കഴിയുമ്പോഴത്തേക്കും വീണ്ടും ആ മണി എന്തായിരുന്നു അതെല്ലാം ഈ ആ കഥ എവിടെ നിർത്തി മാറ്റി പറയും. ഇതാണ് നമ്മളെല്ലാം പാട്ടയം ഭക്തന്മാർ. ജീവിതം മുഴുവൻ ഈ പഠനങ്ങൾക്കായിട്ട് ചെലവഴിച്ചവരാണ് ഇവർ. ഒരു തല ഉണ്ടെങ്കിൽ പോലും ഒരു വേദം തീരില്ല അല്ലേ? അതുകൊണ്ടാണല്ലോ രാവണനെ 10 തല എന്ന് പറയുന്നത്. വളരെ വേഗം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായ ഒരു അനുഭവമാണ്. പ്രയാഗ്രാജില് കുംഭമേളയ്ക്ക് പോയപ്പോൾ 7 ദിവസം അവിടെ ഉണ്ടായിരുന്നു. പ്രസ്കരയിലെ കുംഭമേളയായിരുന്നല്ലോ. അപ്പോൾ അവിടെ ഞങ്ങൾക്ക് താമസം ഏർപ്പാടാക്കി. മോട്ടിപ്പാണ്ഡ്യ പറഞ്ഞു, നമ്മളിത് ഒരു എന്താ പറയുക, ഉല്ലാസത്തിന് പോയതല്ല, ഭക്തിപരമായിട്ട് പോയതാണെന്ന് മോണ്ടിക്ക് മനസ്സിലായി. അപ്പോൾ മോണ്ടി പറഞ്ഞു, ഞാൻ നിങ്ങളെ എൻ്റെ പരിചയത്തിലുള്ള ഒരു ഗുരുവിൻ്റെ അടുത്ത് കൊണ്ടുപോകാം, നിങ്ങൾ വരുമെന്ന് പറഞ്ഞു. അപ്പോൾ മോണ്ടി പറഞ്ഞു, ഇദ്ദേഹം എങ്ങനെയാണെന്ന് വെച്ചാൽ എനിക്കും എൻ്റെ സഹോദരങ്ങൾക്കൊക്കെ ഇദ്ദേഹമാണ് പേരിട്ടത്. ഞങ്ങൾ ഒന്നാമതിന് മുമ്പേ എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ ഒക്കെ ഗുരു ഇദ്ദേഹമാണ്. പിന്നെ ഞാൻ ബിസിനസ്സൊക്കെ ചെയ്യാൻ തുടങ്ങിയപ്പോൾ എൻ്റെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളും അദ്ദേഹത്തിനോട് പോയി ചോദിച്ചാൽ അപ്പം അതിന് പരിഹാരം തരും. ഇദ്ദേഹം ബാങ്കിലെന്തോ ഉദ്യോഗസ്ഥനായിരുന്നു. പിന്നെ അതെല്ലാം വിട്ട് കൈലാസത്തിലേക്ക് കാൽനടയായിട്ട് പോയതാണ്. കാശിയിൽ എപ്പോഴും പോകും. ഇവർക്ക് വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ കൊടുക്കും. അപ്പോൾ തീർച്ചയായിട്ടും മഹാത്മാവിനെ കാണുമല്ലോ. അത് പറഞ്ഞിട്ട് പോയി. പൊതുവെ എനിക്ക് എത്ര സന്യാസിമാരെയൊക്കെ എത്ര കണ്ടാലും നമസ്കരിച്ചാലും മതിയാകാത്തൊരാളാണ് ചെറുപ്പം തൊട്ടേ. അപ്പോൾ അത് കാരണം ചെറുപ്പം തൊട്ട് തന്നെ എനിക്കൊരു ചിന്തയുണ്ടായിരുന്നു. നമ്മുടെ ഭഗവാൻ സത്യസായി ബാബ ഇതിനെപ്പറ്റിയൊക്കെ കേൾക്കുമ്പോൾ കുറച്ച് ലോജിക്കലായിട്ട് ചിന്തിക്കുമായിരുന്നു. ഇവരുടെയൊക്കെ അടുത്ത് ഇത്രയും ആളുകൾ പോകുന്നുണ്ടെങ്കിൽ അവരിൽ എന്തോ ഒരു പ്രത്യേകതയുണ്ട്. എൻ്റെ തൊട്ടടുത്ത വീട്ടിലുള്ള ഒരാളുടെ സിഗരറ്റ് വരെ പോയി മാറ്റാൻ എന്നെ കൊണ്ട് പറ്റുന്നില്ല. അപ്പോൾ എത്രയോ പേരെയാണ് ഇവരൊക്കെ സ്വാധീനിക്കുന്നത്. പിന്നെ അബ്ദുൽ കലാം സാറ് പോയിട്ട് ഭഗവാൻ സത്യസായി ബാബയുടെ മുന്നിൽ പോയിട്ട് നിലത്തിരുന്നു. ബാബ പറഞ്ഞു അവിടെ ഇരിക്കാൻ, എന്താണെങ്കിലും എന്നിട്ട് പ്രപഞ്ചത്തിൻ്റെ നാഥനാണ് നിന്ന് പറഞ്ഞ് ആ ഭഗവാൻ സത്യസായി ബാബയെ പറ്റി ഒരു ശ്ലോകം എഴുതി. ആ അബ്ദുൽ കലാം സാറിനേക്കാളും ഐക്യമുള്ള ആളൊന്നും അല്ലല്ലോ ഞാൻ. അതുകൊണ്ട് തന്നെ ചെറുപ്പം തൊട്ട് സന്യാസിമാരെ ആചാര്യന്മാരെ എപ്പോഴെങ്കിലും ചാൻസ് കിട്ടിയാൽ ഓടിപ്പോകും, കാണും, നമസ്കരിക്കും, ഇത് ചെയ്യുവാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിനെ കാണാൻ പോകണമെന്ന് വളരെ വലിയ ആഗ്രഹം. അങ്ങനെ പോയി നമസ്കരിച്ചു. അദ്ദേഹത്തെ എല്ലാം കാര്യത്തിലൊക്കെ മാലയൊക്കെ തന്നു, ഒത്തിരി സ്വീറ്റ്സ് ഒക്കെ തന്നു, കുറേ നേരം സംസാരിച്ചു. അപ്പോൾ അത് കഴിഞ്ഞ് ഓരോ ദിവസവും ഈ ഓരോ സെക്ടറുകളും ഈ ടെൻറ്റുകളും കയറി നടക്കുകയാണ് കുംഭമേള. അങ്ങനെ ഒരു ദിവസം വേറെ ടെൻറ്റ് പോയി. അപ്പോൾ ഞങ്ങളുടെ കൂടെ രാഹുൽ എന്ന് പറയുന്ന ഒരു ഗൈഡുണ്ട്. അദ്ദേഹത്തിനെ കൂട്ടിക്കൊണ്ടാണ് പോകുന്നത്. അപ്പോൾ അദ്ദേഹം ഒരു ടെൻറ്റിൽ കൊണ്ടുപോയി. അപ്പോൾ കൊണ്ടുപോയി കഴിഞ്ഞപ്പോൾ അവിടെ ഒരു സ്വാമിജി ഇരിക്കുന്നു. അപ്പോൾ ആരൊക്കെയോ പോയി നമസ്കരിക്കുന്നൊക്കെ. അപ്പോൾ രാഹുൽ എന്നോട് പറഞ്ഞു, ഇദ്ദേഹം ഞങ്ങളുടെ കുടുംബത്തിൽ എല്ലാവർക്കും അറിയുന്നത്, ഞങ്ങൾ എല്ലാവരും വളരെ വലിയ ബഹുമാനത്തിലാണ്, എൻ്റെ വീടിൻ്റെ തൊട്ടടുത്താണ് എന്ന് പറഞ്ഞു. അപ്പോൾ രാഹുൽ പോയി നമസ്കരിച്ചു. ഞങ്ങൾ എല്ലാം പോയി നമസ്കരിച്ചു. ഞങ്ങൾ കുറേ നേരം സംസാരിച്ചു. അദ്ദേഹം അനുഗ്രഹിച്ചു, പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴാണ് ഞാൻ ചിന്തിച്ചത്. പിന്നെ കുറേ നേരത്തേക്ക് എൻ്റെ ചിന്ത ഇത് തന്നെയായിരുന്നു. ഇവിടെ ഞാൻ നോക്കിയപ്പോൾ മനസ്സിലായത്, നമ്മളിവിടെയുള്ള ഫാമിലി ഡോക്ടർ എന്നുള്ളതുപോലെ ഇന്നും ഉത്തരേന്ത്യയിൽ ഓരോ കുടുംബത്തിനും ഒരു കുലഗുരുവുണ്ട്. അപ്പോൾ ജീവിതത്തിൽ എന്ത് പ്രശ്നങ്ങൾ വന്നാലും അവർക്ക് നേർവഴി കാണിക്കാൻ ഈശ്വരനെ ഗുരുവായിട്ട് സ്വീകരിക്കാവോ? പറ്റുന്നുമില്ല. പക്ഷേ നമ്മൾ ആ തലത്തിലെത്തി നമുക്ക് കൃത്യമായിട്ട് മറുപടി വന്ന് പറയണം. നമ്മുടെ പോലെ സശരീരനാണ്. ഇനി ഗുരു പ്രയാഗ്രാജ് ഇരുന്നാലും നമുക്ക് പോരാ, ഈസി ആക്സസിബിൾ ആണ്. ഞാൻ വിചാരിക്കുമ്പോൾ എനിക്ക് ഫോൺ വിളിച്ചാൽ കിട്ടണം, അല്ലെങ്കിൽ ഞാൻ പോയാൽ കാണണം. നമുക്ക് സംശയങ്ങളുണ്ട്, നമ്മുടെ കുട്ടികളെ പറ്റി സംശയങ്ങളുണ്ട്. പണ്ട് കാലത്ത് എല്ലാ കുടുംബങ്ങൾക്കും അല്ലെങ്കിൽ ഒരു 10 കുടുംബത്തിന് ഒരു കുലഗുരു ഉണ്ടായിരുന്നു. ഇന്നും ഈ സംസ്കാരം ഉത്തരേന്ത്യയിലുണ്ട്. നമ്മുടെ കുടുംബത്തിൽ എവിടെയെങ്കിലും വളരെ ചുരുക്കമേ നമുക്ക് കാണാൻ സാധിക്കും അല്ലേ? സന്യാസികന്മാരുടെ അഭാവമൊന്നുമല്ല. അവരൊക്കെ ആവശ്യത്തിന് പ്രകൃതി കൃത്യമായിട്ട് വേണ്ട സമയത്ത് വേണ്ട അവർ ഇവിടെ എല്ലാം വെച്ചിട്ടുണ്ട്. മഹാത്മാഗാന്ധിജി പറഞ്ഞ പോലെ ചില സാധനങ്ങൾ റിസോഴ്സസ് കൂടുതലായിട്ട് ഉപയോഗിക്കുമ്പോൾ ചിലർക്ക് കിട്ടുന്നില്ല എന്ന് മാത്രം. അത് റിസോഴ്സസിൻ്റെ കേസിൽ മറ്റുള്ളവരുടെ. ഇവിടെയോ എത്ര സന്യാസികന്മാരുണ്ട്, എത്ര ഗുരുക്കന്മാരുണ്ട്.
എത്ര ശ്രീരാമകൃഷ്ണാശ്രമങ്ങളുണ്ട്, എത്ര ചിന്മയാവശ്യമുണ്ട്. അപ്പോൾ നമ്മുടെ മക്കളെയും മക്കളുടെ മക്കളെയും ഒക്കെ ഈ ആശ്രമങ്ങളിൽ കൊണ്ടുപോയി കുട്ടിക്കാലം തൊട്ട് തന്നെ നമസ്കരിക്കാനും അവരുടെ വാക്കുകൾ അത്രമാത്രം ജീവിതം മുഴുവൻ തൻ്റെ ജീവിതത്തിലെ എല്ലാ സുഖഭോഗങ്ങളും മാറ്റിവെച്ച് ഒരു തലമുറയ്ക്ക് അടുത്ത തലമുറയ്ക്ക് ജ്ഞാനം ഉപദേശിക്കാനായിട്ട് പുറപ്പെട്ടിരിക്കുന്നവരാണെന്ന് കേരളം എന്ന് തിരസ്കരിക്കാൻ തുടങ്ങി എന്നുള്ള കാര്യം നമ്മളാണ് എല്ലാവരെക്കാളും സാക്ഷരതയുള്ളവർ. നമ്മളാണ് ഈ മോഡേൺ ന്യൂ ജെൻ വേൾഡിൻ്റെ സിംബൽ എന്ന് ചിന്തിക്കാൻ തുടങ്ങിയതും ആധ്യാത്മികത വേദം എന്നുള്ളതെല്ലാം ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള സാധനമാണെന്നും കാട്ടിൽ ഗുഹയിൽ എഴുതിയിരിക്കുന്നവരാണ് എൻ്റെ ഏരിയോടും വേറൊന്നും തുല്യമില്ല എന്ന് ചിന്തിക്കാൻ തുടങ്ങിയതോടുകൂടി നമ്മളുടെ അധപ്പതനം തുടങ്ങി. ഇപ്പം നമ്മൾ എല്ലാവരോടും ചോദിക്കും, എന്താണ് അയ്യോ ഈ തലമുറയൊക്കെ എന്താണ് ഇങ്ങനെ? തലമുറയ്ക്കൊന്നും ഒരു കുഴപ്പമില്ല, സത്യമല്ല. നമ്മൾ പറയും തലമുറ എന്താ ഇങ്ങനെയെന്ന് പറയും. എല്ലാ തലമുറയ്ക്കും അടുത്ത തലമുറയെ പറ്റി പരാതിയില്ല. ശരിയല്ലേ? ശരിയല്ലേ? നമ്മുടെ അച്ഛൻ പറയും, നമ്മുടെ അച്ഛനോട് പറയും, നമ്മളൊക്കെ ആയിരുന്നപ്പോൾ ഒറ്റ ട്രൗസർ ഒറ്റ ഷർട്ടിട്ട് ജീവിച്ചത്, ഇന്നത്തെ പിള്ളേരുടെ ആർഭാടം കാണുമെന്ന് പറയും. അതിൻ്റെ അടുത്ത തലമുറയ്ക്കൊക്കെ പറയും. ഈ തലമുറ ജനറേഷൻ ഗ്യാപ്പ് എപ്പോഴും ഉണ്ട്, ഇത്തവണ അത് കൂടിയിരിക്കുന്നു. അപ്പം അതുകൊണ്ട് തന്നെ എന്നാണോ നമ്മൾ അടിസ്ഥാനപരമായിട്ടുള്ള ആധ്യാത്മികതയിലേക്ക് തിരിച്ചു പോകാതെ ഇരിക്കുന്നത്, അന്ന് തൊട്ട് നമുക്ക് ജീവിതത്തിൽ പ്രകടമായിട്ടുള്ള അല്ലെങ്കിൽ ആത്യന്തികമായിട്ടുള്ള ഒരു മാറ്റം എവിടെ നിന്ന് പുറപ്പെട്ടോ ആ ലക്ഷ്യത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് എന്ത് ചെയ്യണം? നിർബന്ധിച്ച് കുട്ടികളെ പ്രഭാഷണങ്ങൾ കേൾക്കാനായിട്ട് കൊണ്ടിരിക്കണം. ഒരു കാലത്തും കുട്ടികളെ കുറ്റം പറയാൻ സാധിക്കില്ല. ഈയിടെ വടകരയില് ഞാനൊരു പ്രഭാഷണത്തിനായിട്ട് പോയി. MP രമേശ് സാറ് വിളിച്ചിട്ടാണ്. അപ്പോൾ സാറ് ചോദിച്ചു, അദ്ദേഹം BJPയുടെ എന്തോ ഭാരവാഹിയാണ്, എനിക്ക് അത്ര അറിയില്ല, എന്നോട് ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ അമ്പലത്തിലെ പ്രഭാഷണത്തിനാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ടീച്ചർ എന്താണെങ്കിലും ഇത്രയും ദൂരം വരുന്നില്ലേ, വൈകിട്ട് സ്റ്റുഡൻസിന് ഒരു ക്ലാസ് വെച്ചാലോ? പാവം വൈകുന്നേരം ആയപ്പോൾ ചായയൊക്കെ കുടിച്ച് യൂണിഫോമൊക്കെ കിട്ടി കുട്ടികൾ വരിക, എന്തോ ഹരികഥാ കാലക്ഷേപം കേൾക്കാൻ ഇതിനൊന്നും അറിയില്ല, എന്തിനാണ് വരുന്നത്. കണ്ടപ്പോഴേ മനസ്സിലായ, വനമൊക്കെ കണ്ടപ്പോൾ തൂങ്ങി വരുന്നുണ്ട്. ഒരു 8-10 കുട്ടികൾ എല്ലാത്തിനെയും കസേരയിൽ ഇരുത്തി. അപ്പം ഞാൻ ചോദിച്ചു, കുട്ടൻ എന്തിനാ വന്നത്? അച്ഛൻ പറഞ്ഞു വരാം. അടുത്തയാളോട് ചോദിച്ചു, അച്ഛൻ പറഞ്ഞു വരാം. അടുത്തയാളോട് ചോദിച്ചു, അമ്മ പറഞ്ഞു വരാം. 8 എണ്ണം ഇത് തന്നെ. അച്ഛനും അമ്മയും പറയേണ്ട രീതിയിൽ പറഞ്ഞാൽ എന്താണെന്ന് പോലും അറിയും. അന്ന് ഇരുന്ന് കഴിയുമ്പോൾ നമുക്ക് അവർക്ക് പറ്റുന്ന ഭാഷയിൽ പറഞ്ഞു കൊടുക്കാം. പക്ഷേ ഒരു LKG പഠിക്കുന്ന കുട്ടി സ്കൂളിൽ പോകാൻ കരയുമ്പോൾ നമ്മൾ വലിച്ചു പിടിച്ചു കൊണ്ടുപോകും. നമ്മൾ പറയാം, കുട്ടനെ പഠിക്കുകയും വേണ്ട, വലിച്ചു പിടിച്ചു കൊണ്ടുപോകും. ആ കുട്ടി ആദ്യമായിട്ട് പല്ല് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? കൊങ്ങയ്ക്കൊക്കെ പിടിച്ചിട്ടാണ് തേപ്പിക്കുക, അല്ലേ? എന്നാൽ കുട്ടിക്ക് കരയുന്നു, വേണ്ട, ഈ ജീവിതത്തിൽ പല്ല് തേക്കേണ്ട പറ്റുമോ? ഡോക്ടർ എഴുതിക്കുന്നത് അല്ലേ? ഈ എന്ത് പറയും, നമ്മൾ കുത്തി പിടിച്ചിട്ട് നമ്മൾ ചെയ്യും. പക്ഷേ നമ്മുടെ ആചാര്യന്മാർ ഇവിടെ ബാലവികാസമോ ബാലവിഹാരമോ കുട്ടികളുടെ പാഠശാലകൾ നടത്തുമ്പോൾ സ്വാമിജിമാരെ വയ്ക്കും. ഇന്ന് അമ്മയുടെ മോനെ കണ്ടില്ലല്ലോ, എന്നാ ചെയ്യാനാ സ്വാമി, അവനൊരു ഇൻട്രസ്റ്റ് ഇല്ല എന്ന് പറയും. അപ്പം ഇതെന്താണ്? LKG പഠിക്കുന്ന കുട്ടിയെ നിർബന്ധിച്ച് സ്കൂളിൽ വിട്ടാൽ അത് അവന് നല്ലതിനാണെന്ന് അമ്മയ്ക്ക് ബോധ്യമുണ്ട്. അതുപോലെ തന്നെ പല്ല് തേപ്പിക്കാൻ പോകുമ്പോൾ അത് കുഞ്ഞിൻ്റെ നല്ലതിനാണെന്ന് അമ്മയ്ക്ക് ബോധ്യമുണ്ട്. പക്ഷേ പാഠശാലയിൽ വിടുന്നത് കുഞ്ഞിൻ്റെ നല്ലതിനാണെന്ന് അമ്മയ്ക്ക് ബോധ്യമില്ല, അച്ഛന് ബോധ്യമില്ല. ഉണ്ടെങ്കിൽ നിർബന്ധിച്ച് പിടിച്ചുകൊണ്ടിരുത്തും. ഇരുത്തിയാൽ ഇതിപ്പോൾ എൻ്റെ കുട്ടികൾ നടത്തിയെന്നൊക്കെ ആ കുട്ടിയൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട്. അതും ആ ഫ്രണ്ട് കസേര വന്നിരിക്കാനുള്ള ആത്മധൈര്യം ആലോചിച്ച് നോക്കി. ഈ പ്രായത്തിലുള്ള കുട്ടികളുടെ കാരണം അവിടെ നിന്ന് കാണിച്ചാലും നമ്മൾ കാണും കുറേ കുട്ടികൾ. അപ്പോൾ കൊണ്ടുവന്ന് ഇരുത്തിയാൽ എന്തെല്ലാം കുട്ടികൾ നമ്മളെ തന്നെയാണ് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് സ്വാമിജിമാർ പറയുന്നത് പോലെ കുട്ടികളെ ഒരു കാലത്ത് നമുക്ക് കുറ്റം പറയാൻ സാധിക്കില്ല. കൊടുക്കേണ്ടത് കൊടുക്കേണ്ട സമയത്ത് കൊടുക്കേണ്ടതുപോലെ കൊടുത്തായിരുന്നു എന്ന് നമ്മൾ തന്നെ ചോദിക്കേണ്ട അവസ്ഥയാണ്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ സയൻസിൽ നിന്നോളാം, നമുക്കതിലൊക്കെ ജീവിക്കാം. പക്ഷെ അതിൽ നിന്നുകൊണ്ട് തന്നെ അതിൻ്റെ യാഥാർത്ഥ്യവും അത് എത്രമാത്രം പ്രാധാന്യമുള്ളതാണ്. തീർച്ചയായിട്ടും ഭൗതികമായിട്ടുള്ള സമ്പത്തുകളും എല്ലാം നമുക്ക് വേണം. പക്ഷെ അതോടൊപ്പം തന്നെ നമ്മളുടെ ആചാര്യന്മാർ പരമമായിട്ടുള്ള ആ ഒരു എന്താ പറയുക അറിവ് നമുക്കിവിടെ തന്നിട്ടുണ്ട്. അത് നമ്മൾ ഉപയോഗിക്കുക, ജീവിതത്തിൽ ആ ആത്മസാക്ഷാത്കാരം നേടാനായി പരിശ്രമിക്കുക. അതിനായിട്ട് എന്നും
ഗുരുപരമ്പരയെ ആശ്രയിക്കുക. അതുകൊണ്ടാണ് ഇവിടെ ശ്ലോകം തുടങ്ങിയപ്പോൾ ആ ഗുരുപരമ്പര സ്തോത്രം തന്നെ ചൊല്ലിയത്. രണ്ടാമത് ചൊല്ലിയത് തെറ്റിപ്പോയി എന്നറിയാം. അതേ രീതിയിൽ 2 ശ്ലോകമാണ്. അപ്പോൾ ഏത് ചൊല്ലണം എന്നുള്ളൊരു കൺഫ്യൂഷൻ ഞാൻ രണ്ടാമത് ചൊല്ലിയ ശ്ലോകം എനിക്ക് ഭാഗവത ഉപദേശിച്ചു തന്നു. നടുവിൽമഠം അച്യുത ഭാരതി സ്വാമികൾ ഭാഗവത ഉപദേശിച്ചു തന്നപ്പോൾ ചൊല്ലിത്തന്ന ശ്ലോകമാണ്. അപ്പോൾ അത് ചൊല്ലാമെന്ന് വിചാരിച്ചു. ആദ്യത്തെ എല്ലാവർക്കും അറിയാൻ ഗുരുപരമ്പര സ്തോത്രമാണ്. എല്ലാവരും അത് തന്നെയാണ് ചൊല്ലുന്നത്. എന്തുകൊണ്ടാണ്? ഒരു ടാപ്പ് വിചാരിക്കുകയാണ്, ടാപ്പാണ് പൈപ്പ് വെള്ളം തരുന്നതെന്ന് വിചാരിച്ചാൽ എങ്ങനെയിരിക്കും? മലകളിലൂടെ പർവ്വതങ്ങളിലൂടെ ഒഴുകി ഇറങ്ങി സംഭരണിയിലെത്തി അത് പൈപ്പിലൂടെ വരുന്നതാണ്. അതുപോലെ ഈ അറിവുകളൊന്നും ഞങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് നിങ്ങൾക്ക് തന്നതല്ല, അല്ലെങ്കിൽ ഞങ്ങൾ സൃഷ്ടിച്ചതല്ല. ഗുരുപരമ്പര പറഞ്ഞിരിക്കുന്നത് തത്വമേ പൂച്ച എന്നുള്ള രീതിയിൽ അടുത്ത കുറേ ആളുകളിലേക്ക് എത്തിക്കുന്നു എന്ന് മാത്രം. അതുകൊണ്ട് ആ ഗുരുപരമ്പരയുടെ അനുഗ്രഹം നമുക്കുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പറഞ്ഞ എല്ലാ വാക്കുകളും ഭഗവാന്റെ പാതാരങ്ങളിൽ സമർപ്പിക്കുന്നു. എന്നെ ക്ഷമയോടെ ശ്രമിച്ച എല്ലാ സജ്ജനങ്ങളും, അതുപോലെ തന്നെ ഇവരെല്ലാം പറയുന്ന അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. പക്ഷെ ഇവരൊക്കെ വളരെ കരുണയുള്ളവരാണ്. അതുകൊണ്ടാണ് ഞങ്ങളെപ്പോലെയുള്ളവരെ കേൾക്കാനും ഇവിടെ വിളിക്കാനും അത് കേൾക്കാനായിട്ട് ഇരുന്ന് ഞങ്ങൾക്കൊരു പ്രോത്സാഹനം തരാനും ഒക്കെ ഇവരുടെ മനസ്സുള്ളത്. അതുകൊണ്ട് എല്ലാവരും ഈശ്വര സ്വരൂപികളാണെന്ന് കണ്ടുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും പാദങ്ങളെ മനസ്സിൽ നമസ്കരിക്കുന്നു. അതോടൊപ്പം എനിക്ക് പ്രഭാഷണത്തിനായി അവസരം തന്ന നന്ദാത്മജാനന്ദ സ്വാമിജി, ഇവിടുത്തെ ഭാരവാഹികൾ എല്ലാവർക്കും നന്ദി പറയുന്നു. എൻ്റെ കുടുംബാംഗങ്ങളെ സ്വാമിജി ഒരുപാട് നിറച്ച ആളുകളെ ഞാനും കൊണ്ടുവന്നിട്ടുണ്ട്. എൻ്റെ ബന്ധുക്കളും പരിചയത്തിലുള്ളവരെ സുഹൃത്തുക്കൾ ധാരാളം ആളുകളൊക്കെ വന്നിട്ടുണ്ട്. ആ കുട്ടികൾ എനിക്ക് സർപ്രൈസ് തന്നാണ്. ഒരെണ്ണത്തിനെ ഞാൻ കൊണ്ടുവന്നതാണ്, മറ്റേ എനിക്ക് സർപ്രൈസ് തന്നു. എൻ്റെ ഭർത്താവിൻ്റെ ജ്യേഷ്ഠൻ്റെ ഭാര്യ പൂങ്കുന്നം ഹരിനഗറിലാണ് താമസിക്കുന്നത്, ചേട്ടത്തിയമ്മ. അപ്പോൾ ചേട്ടത്തിയമ്മ വന്നിട്ടുണ്ട്. അവിടെയുള്ള ചേച്ചിയുണ്ട്. ചേട്ടത്തിയമ്മയുടെ മൂത്ത മോളാണ്, ഡോക്ടറാണ്, MBS പല്ല് വയ്ക്കുന്ന ഡോക്ടറാണ്. അപ്പോൾ അവളും വന്നിട്ടുണ്ട്. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങൾ, എൻ്റെ കുട്ടികളുടെ മോള് മെഡിസിൻ പഠിക്കണം, അവൾ പാലക്കാടാണ്. എന്നിട്ടൊരു സൂചന പോലെന്നല്ല, ഇവിടെ എപ്പോഴും ഞങ്ങൾ ഫോൺ വിളിച്ച് സംസാരിച്ചിട്ടുണ്ട്. പക്ഷെ അവൾ വന്നുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞില്ല. അപ്പോൾ കുട്ടികളും വളരെയധികം സന്തോഷം തന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്, വന്ദേ മാതരം.